പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 8-ാമത്തെയും 9-ാമത്തെയും വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഏശയ്യാ ചാപ്റ്റർ 25 വേഴ്സ് 8 and 9 വായിച്ചു കേൾക്കാം. അവർ മരണത്തെ ജയமாக വിഴുങ്ങുവാർ. കർത്തരാകിയ ദേവൻ എല്ലാ മുഖങ്ങളിലും கர்த்தராகிய தேவன் எல்லா முகங்களிலும் இருந்து கண்ணீரை துடைத்து தமது ஜனத்தின் நிந்தையை பூமியில் இராதபடிக்கு முற்றிலும் நீக்கி விடுவார். கர்த்தரே இதை சொன்னார். அக்காலத்திலே இதோ இவரே நம்முடைய தேவன், இவருக்காக காத்திருந்தோம், இவர் நம்மை ரட்சிப்பார், இவரே கர்த்தர், இவருக்காக காத்திருந்தோம், இவருடைய ரட்சிப்பினால் കളികൂർந்து മகிഴുவோம் என்று சொல்லப்படும். നല്ല വചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അല്പസമയം ഈ വചനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. പ്രവാചകൻ ചോദിക്കുകയാണ്, സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീരൊപ്പുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത്. 2-ാമത്തെ ഭാഗം, നിന്റെ ദേശത്ത് നിന്ന് ഉരുട്ടി മാറ്റുന്ന ദൈവം. 3, അവൻ നിന്റെ രക്ഷകനാ. 4, അവൻ്റെ രക്ഷയിൽ നീ സന്തോഷിക്കണം. എല്ലാം പറയാൻ സമയമില്ല. ഇന്ന് പറയാൻ എനിക്ക് നിയോഗം തന്ന ഭാഗത്തേക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. മനുഷ്യ മനസ്സിലെ ഏറ്റവും വലിയൊരു ചോദ്യമാണ്, എൻ്റെ കണ്ണുനീര് ആരൊപ്പും? നീറുന്ന ഹൃദയവും വറ്റാത്ത കണ്ണുനീരുമായി കഴിച്ചു കൂട്ടുന്ന ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു കൊച്ചു കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചനം തുടങ്ങാം. ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളുടെ ഒരു വലിയൊരു മീറ്റിംഗ് നടന്ന ആ മീറ്റിങ്ങിൽ 12 മണിക്കൂർ സർവീസായിരുന്നു. രാവിലെ 8 തൊട്ട് രാത്രി 8 വരെ 12 മണിക്കൂർ സർവീസ്. ആയിരക്കണക്കിന് ആൾക്കാർ കൂടി ഒരു വലിയ മീറ്റിങ്ങിലായിരുന്നു. ആ മീറ്റിങ്ങിൽ മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു സാജൻ എന്ന പേരുള്ള ഒരു ബ്രദർ ടെസ്റ്റിമണി പറയാനായിട്ട് വന്നു. മൂലാറ്റുപുഴ സാജൻ എന്ന് പറയുന്ന ഒരു ബ്രദർ. ആ പുള്ളി പറഞ്ഞ ടെസ്റ്റിമണിയിൽ ഒരു പദം പറഞ്ഞിട്ട് ഞാൻ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഈ ദൂതിലോട്ട് വരാം. അദ്ദേഹത്തിൻ്റെ അപ്പനൊരു ഭ്രാന്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ അനുജനൊരു ഭ്രാന്തനായിരുന്നു. ആ വീട്ടിൽ 3 ഭ്രാന്തന്മാരുണ്ട്. താനും തൻ്റെ സഹോദരനും തൻ്റെ അപ്പനും അമ്മയും. അപ്പൻ ഭ്രാന്തനാണ്. നാട്ടിലെല്ലാം ഈ 3 ഭ്രാന്തന്മാരും ഇങ്ങനെ ഇറങ്ങി നടന്ന് വികൃതമായ രീതികൾ കാണിച്ചു കൊണ്ടിരിക്കും. ഇപ്പോഴുടെ കുട്ടിക്കാലത്ത് കഞ്ഞിക്ക് നിവർത്തിയില്ല. ഏതേലും വീടിൻ്റെ പുറകിൽ കഞ്ഞിവെള്ളം വാങ്ങിക്കാൻ ചെല്ലും. ആ മനുഷ്യൻ്റെ സാക്ഷ്യമാണ്. കഞ്ഞിവെള്ളം വാങ്ങുന്ന കൂട്ടത്തിൽ ആ മനുഷ്യൻ പറയും, ദൈവമേ 2 ചോറൂടെ അതിനകത്ത് വീണിരുന്നെങ്കിൽ. ശ്രദ്ധിച്ചേ, അങ്ങനെ ദൈവത്തിന് സ്തോത്രം. ഒത്തിരി ദിവസം കഞ്ഞിവെള്ളത്തിനകത്തും ചോറ് വാരി ആ മനുഷ്യൻ കഴിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ പറയുക, സ്കൂളിൽ ഉച്ചക്കത്തെ ഉപ്പുമാവാണ് ആഹാരം. സ്തോത്രം. എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ കൺവെൻഷന് പുള്ളിയെ വിളിച്ച് നിങ്ങൾ ഈ സാക്ഷ്യം ഒന്ന് കേൾക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം. ഉപ്പുമാവ് സ്തോത്രം ഉച്ചയ്ക്കില്ലെങ്കിൽ ഇല്ല. പുള്ളി സ്കൂളിൽ നിന്ന് വിട്ട് ഇറങ്ങി വരുമ്പോൾ ചേട്ടൻ മതിലേൽ അപ്പൻ ഭ്രാന്ത് കയറി മതിലേ കയറി ഇരിക്കുക. ഉടനെ കൂട്ടുകാർ പറയും, ദാണ്ടര ഭ്രാന്തൻ്റെ പിള്ളേർ വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരമ്മയുടെ കയ്യിൽ ഒരു സ്ത്രീ കൊണ്ടൊരു സുവിശേഷ യോഗത്തിൻ്റെ നോട്ടീസ് കൊടുത്തു. മനസ്സോടെ നീറിപ്പുകഞ്ഞ് 3 ഭ്രാന്തന്മാരുമായിട്ടുള്ള തൻ്റെ വീട്ടിൽ താൻ എന്ത് ചെയ്യണമെന്ന് വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ അന്ന് രാത്രി ആദ്യമായിട്ട് ആ സുവിശേഷ യോഗത്തിന് പോയി. ആയിരക്കണക്കിന് ആൾക്കാർ കൂടി ആ സുവിശേഷ യോഗത്തിലെ സുവിശേഷകൻ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആ അമ്മ ചോദിച്ചു, ഉള്ളിന്ന് ചോദിച്ചു, എൻ്റെ കണ്ണീരൊപ്പാൻ ഈ യേശുവിന് കഴിയുമോ? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അന്ന് രാത്രി ആ സമാധാനത്തോടെ ഉറങ്ങി. രാവിലെ ഭർത്താവിനോട് പറഞ്ഞു, ഇന്നൊരു യോഗമുണ്ട്. 16 ഗുളിക കഴിക്കുന്ന ഭർത്താവിനോട് പറഞ്ഞു, ഇന്നൊരു യോഗമുണ്ട്, വന്ന് കൂടെ നിൽക്കാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം ആ യോഗത്തിൽ ചെന്നിരുന്നു. സുവിശേഷകൻ സുവിശേഷ പ്രസംഗം കഴിഞ്ഞ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. 16 ഗുളിക കഴിച്ച ഭ്രാന്തൻ ആ യോഗത്തിൽ സൗഖ്യമായി. നിങ്ങൾ ശ്രദ്ധിക്കണം. ചുരുക്കി പറയാം, ആ വീട്ടിലെ ഭ്രാന്തന്മാരെല്ലാം സൗഖ്യമായി. കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ തുടങ്ങി. മൂത്തവൻ, ദൈവത്തിന് സ്തോത്രം, മൂത്ത ചേട്ടൻ ഒരു ചെറിയ ദന്തൽ കമ്പനി, അതായത് പല്ല് മാനുഫാക്ചർ ചെയ്യുന്നൊരു കൊച്ചു കമ്പനിയിൽ ജോലി ചെയ്യുക. ഒരു ദിവസം താൻ അനുജനോട് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, സാജ നമുക്ക് ഒരു ചെറിയൊരു പല്ലിൻ്റെ മാനുഫാക്ചറിങ് കമ്പനി 700 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങാം. അങ്ങനെ 700 സ്ക്വയർ ഫീറ്റിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങി. അപ്പനും അമ്മയും ഒന്നിച്ചു കൂടിയിരുന്ന് ഭ്രാന്ത് കയറിയ വീടിനകത്ത് പ്രാർത്ഥന ഉയർന്നു. അദ്ദേഹം ഇപ്പം സാക്ഷി പറയുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പേര് ദന്ത് കെയർ എന്ന ആ സ്ഥാപനത്തിൻ്റെ പേര് ലോകത്തിലെ എല്ലാ രാജ്യത്തും പടർന്നു കിടക്കുന്ന സ്ഥാപനമാണ്. ഒരു കഞ്ഞിക്കകത്ത് ചോറ് തരണേ എന്ന് കരഞ്ഞ മനുഷ്യൻ ഇന്ന് 1 മാസം കൊടുക്കുന്ന ശമ്പളം 10 കോടി രൂപയാണ്.
ആ മനുഷ്യൻ ഇങ്ങനെ വിവരിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരാളെ കണ്ണുനീരൊപ്പിയാൽ ഒപ്പിയതാ. ഞാൻ എന്തിനാ ഈ സന്ദേശമൊക്കെ നിങ്ങളോട് പറയുന്നത്? ആരുടെയും കണ്ണുനീരൊപ്പാൻ ആരുമില്ലെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അടുക്കൽ നിനക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ നിന്റെ ദൈവം നിപ്പുണ്ട്. നിന്റെ കണ്ണീരൊപ്പിയേച്ച ഇന്ന് പോകത്തുള്ളൂ. ഈ 2024 എന്ന വർഷം കരഞ്ഞു തലകുനിക്കുന്ന വർഷമല്ല. ആ കരച്ചിലിനെ ഒപ്പിയെടുത്തുകൊണ്ട് നിന്റെ വിലാപത്തെ നൃത്തമാക്കുന്ന ഒരു യേശു ഉണ്ട്. എത്ര പേർ പറയും, കർത്താവേ എത്ര നാൾ നീ കരഞ്ഞോ? നീ കഷ്ടമനുഭവിച്ച നാളുകൾക്കും ദുഃഖമനുഭവിച്ച സമരസ്ഥലങ്ങൾക്കും തക്കവണ്ണം ഒരു സന്തോഷം. ഓ ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന മാതാവേ, കുടുംബത്തെ ഓർത്ത് കരയുന്ന പിതാവേ. ഈയിടെ ഒരു കോടീശ്വരനായ മനുഷ്യൻ എന്നെ കാണാൻ വന്നു. അദ്ദേഹത്തിന് 3 പിള്ളേരാണ്. 3 പേരും അമേരിക്കയിലെ ടെക്സാസിലാണ്. 3 പേർക്കും മക്കൾ, 3 പേർക്കും വീടുണ്ട്, 3 പേർക്കും പൈസയുണ്ട്. അതിലൊരു മകന് സ്വന്തമായി ഫ്ലൈറ്റ് വരെ ഉണ്ട്. കോടീശ്വരനായ മനുഷ്യനാ. അപ്പൻ എന്നോട് വന്ന് പറയുക, പാസ്റ്ററെ മൂത്തവന് 42 വയസ്സ്, രണ്ടാമത്തവന് 41 വയസ്സ്, ഇളയവന് 33 വയസ്സ്. അപ്പൻ എന്നോട് ചോദിക്കുക, പാസ്റ്ററെ ഇവന്മാർക്ക് ആർക്കും വിവാഹം വേണ്ട, എന്നെങ്കിലും ഇവനൊരു കല്യാണം കഴിക്കുമോ, ഇവനൊരു കുഞ്ഞുണ്ടാകുമോ? അതാണ് അപ്പൻ്റെ ചോദ്യം. ഓരോരുത്തവര് കരയുന്നത് ഓരോ വിഷയത്തിനാ. എന്നാൽ എല്ലാ കരച്ചിലിൻ്റെയും കണ്ണുനീരിനെ ഒപ്പാൻ കഴിയുന്ന ഒരാളെ ഉള്ളൂ. അവൻ്റെ പേരാ യേശു. ഇന്ന് ഈ വചനം ഞാൻ പറയുമ്പോൾ നിന്റെ ചാരെ അവൻ നിപ്പുണ്ട്, നിന്റെ അടുക്കൽ അവൻ നിപ്പുണ്ട്. നിങ്ങൾ അടുത്തിരിക്കുന്ന ആടെ തോളെ കൈവച്ചാൽ യേശുവിനെ തൊട്ടിട്ടേ അടുത്ത ആളെ തൊടാൻ പറ്റത്തുള്ളൂ. അത്രയും അടുത്ത് എൻ്റെ യേശു ഈ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ദൈവം ഒരു ബോധ്യം തരിക. നീണ്ട വർഷങ്ങൾ നീ കരഞ്ഞ വിഷയത്തെ ഇന്ന് ദൈവത്തിൻ്റെ ഫയല് കയ്യൊപ്പിടുന്ന ദിവസമാണ്. ഇനി ആ വിഷയത്തിൽ കരയണ്ട. ആ കരച്ചിൽ മാറ്റുവാൻ കഴിവുള്ള യേശു ഈ പ്രയറിലുണ്ട്. ഓ, വിശ്വസിക്കുന്നവരെ കരങ്ങളെ തട്ടി ദൈവത്തിനൊരു മഹത്വം കൊടുത്തേ. കർത്താവേ, ഓ ഹല്ലേലൂയ. 1-2 മിനിറ്റുകൾ കർത്താവേ എൻ്റെ കണ്ണുനീർ തുടയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കണ്ണുനീർ തുടയ്ക്കണമേ. ദൈവത്തിന് സ്തോത്രം. 6-ാം സങ്കീർത്തനത്തിൻ്റെ 6-7 വാക്യം വായിക്കണ്ട, ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. ദൈവത്തിൽ ദാവീദാണ് സങ്കീർത്തനം ചമച്ചത്. ദാവീദ് പറയുകയാണ്, ദൈവത്തിന് കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിൽ നനയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. ദാവീദ് പറയുക, കണ്ണുനീര് കൊണ്ട് എൻ്റെ കട്ടിൽ നനഞ്ഞിരിക്കുകയാണ്, ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുകയാണ്. ഞാനിന്ന് ഈ വചനം കേൾക്കുന്ന ചിലരോട് പറയാം, ഒരിക്കലും മാറാത്ത കണ്ണുനീര്. 42-ാം സങ്കീർത്തനം 3-ാം വാക്യം കോരഹപുത്രന്മാർ ചമയ്ക്കുമ്പോൾ അവർ പറയുന്ന അനുഭവം ഇച്ചിരൂടെ വ്യത്യസ്തമാണ്. കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായിരിക്കുന്നു. കണ്ടോ, കരഞ്ഞു കരഞ്ഞു കണ്ണു കുഴിഞ്ഞു, കട്ടിൽ നനഞ്ഞു, തലമണ നനഞ്ഞു. ഇപ്പം ദൈവത്തിന് സ്തോത്രം, കണ്ണുനീർ രാവും പകലും ആഹാരമായിരിക്കുന്നു. യോബിൻ്റെ പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യം സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കണം. എൻ്റെ കണ്ണുനീർ കൊണ്ട് ചുമന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യോബിന്റെ പുസ്തകം സ്തോത്രം 16-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുക, ഇപ്പോൾ എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലുമാകുന്നു എന്ന് പറഞ്ഞിട്ട് താഴെ യോബ് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, എൻ്റെ കണ്ണോ ദൈവത്തിങ്കലേക്ക് കണ്ണുനീർ പൊഴിക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഇനി കണ്ണുനീരിൻ്റെ ഒരു പ്രത്യേകത പറയാം. കണ്ണുനീരൊപ്പും എന്ന് പറയുമ്പോൾ തന്നെ ദൈവസന്നിധിയിലുള്ള കരച്ചിൽ ഒരിക്കലും നിർത്തരുത്. ഒരാമയും പറയാവോ? ദൈവസന്നിധിയിലുള്ള കരച്ചിൽ ഒരിക്കലും നിർത്തരുത്. മനുഷ്യന്റെ മുമ്പിൽ ഒരിക്കലും കരയാൻ പാടില്ല. മനുഷ്യന്റെ മുമ്പിൽ എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു ഞാൻ ബ്രദറിന്റെ മുമ്പിൽ കരഞ്ഞാൽ എൻ്റെ കരച്ചിൽ ഒരു വിലയുമില്ല. പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ മുട്ടുകുത്തി ദൈവം മുമ്പിൽ കരഞ്ഞാൽ ആ കരച്ചിൽ ഉത്തരമുണ്ട്. ബൈബിളിലെ ചില ഭാഷകൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യന്റെ ചരിത്രം മാറിയത് കണ്ണുനീരൊഴുക്കിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ സന്ദേശം പറയാം. സ്ഥിതി മാറാൻ കൊതിയുണ്ടോ? ദൈവസന്നിധി കണ്ണുനീര് കുറയരുത്. ഇരമ്യാവ് പറയുക, കരയേണ്ടതിന് എൻ്റെ തലയെ വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്ത്. നിങ്ങൾ ശ്രദ്ധിച്ചിക്കത്തെ, മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഡിപ്പോസിറ്റ് FD ബാങ്ക് ബാലൻസ് അല്ല, കണ്ണുനീരാ. ആര് പേരൻസ് കരഞ്ഞിട്ടുണ്ടോ അവരുടെ പിള്ളേർ ഗതി പിടിച്ചിട്ടുണ്ട്. എത്ര പേര് ആമീൻ പറയാൻ പറ്റും? ഇന്ന് കുറഞ്ഞു പോയത് ഒന്നേ ഉള്ളൂ, കണ്ണുനീരാ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോഴും ആരാധനയുടെ നടുവിൽ കരയുന്നവരുണ്ട്. നിന്റെ കരച്ചിലിനെ ഒപ്പാൻ എൻ്റെ യേശു ഇറങ്ങി വരികയാ. എത്ര വലിയ പ്രശ്നം വന്നാലും ചിലർ പറയും,
ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി, പരിഹാരമാണ്. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, ദൈവസന്നിധി കരയുന്ന ആളാണെന്നൊന്ന് ചോദിച്ചേ. ആണോ? പിള്ളേർ ഇന്നലെ കൊണ്ട് ആക്റ്റീവായി. ഹല്ലേലൂയ. ഒന്ന് അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ ദൈവസന്നിധി കരയുന്ന ആളാണെന്നൊന്ന് ചോദിച്ചു. മമ്മി മുറി അടച്ച് വാതിലടച്ച് മുട്ടുകുത്തിയച്ച് ദൈവസന്നിധി കരയണം. കരഞ്ഞാൽ ദൈവത്തിന് സ്വതം ഒരു നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി ഒരു കരച്ചിലിൻ്റെ കാര്യം ഞാൻ പറയാം. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഡോക്ടർ മാർക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം അമേരിക്കയിലെ ഏറ്റവും വലിയ ക്യാൻസർ രോഗത്തിൻ്റെ വിദഗ്ധനാണ്. സ്തോത്രം. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തെ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റിലെ ഡോക്ടേഴ്സ് എല്ലാം കൂടെ ആദരിക്കാൻ വിളിച്ചു. അങ്ങനെ അമേരിക്കയുടെ ഒരു സൈഡിലേക്ക് ആദരിക്കൽ ചടങ്ങിന് അദ്ദേഹം പോവുക. അദ്ദേഹം ടിക്കറ്റ് വന്നു, ഹോട്ടൽ വന്നു, അദ്ദേഹം എയർപോർട്ടിൽ ചെന്ന് ഫ്ലൈറ്റേ കയറി. ഫ്ലൈറ്റ് പൊങ്ങി 1.5 മണിക്കൂർ പളർന്നപ്പോൾ പിന്നെ ഫ്ലൈറ്റിന് പോകാൻ പറ്റാത്ത പോലെ വെതർ കണ്ടീഷൻ ഭയങ്കര മോശമായി. ഫ്ലൈറ്റ് ഏറ്റവും അടുത്ത എയർപോർട്ടിൽ ഇറക്കി. അദ്ദേഹം ഇറങ്ങിച്ചു ചോദിച്ചു, ഇനി അടുത്ത ഫ്ലൈറ്റ് എവിടാ എന്നാ? അദ്ദേഹം പറഞ്ഞു, ആ എയർപോർട്ടുകാർ പറഞ്ഞു 3 ദിവസത്തേക്ക് ഈ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ഇല്ല. അതെന്നാ കാര്യം? 3 ദിവസത്തേക്ക് ക്ലൈമറ്റ് കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഫ്ലൈറ്റ് ആകാശത്ത് പറന്നു പോകിയ ഫ്ലൈറ്റിനെ കൊണ്ടുപോക്കളയും. അദ്ദേഹം ചോദിച്ചു, ഇന്ന സ്റ്റേറ്റിൽ പോകാൻ എത്ര നേരം വേണം? പുള്ളി പറഞ്ഞു, ഒരു 8 മണിക്കൂർ കാർ ഓടിച്ചാൽ പോകാം. അവിടെ നിന്ന് കാറും എടുത്ത് പുള്ളിക്ക് പോയാലേ പറ്റൂ, കാര്യം വലിയ ആദരിക്കൽ ചടങ്ങാണ്. പുള്ളി പോകുകയാണ്. കാർ ഓടിച്ചൊരു 3-3.5 മണിക്കൂർ ഓടിച്ചു ചെന്നപ്പം ആകാശത്തടിച്ച കാറ്റ് പ്രകൃതിയിലടിച്ചു. വൃക്ഷങ്ങൾ മൂടോടെ പറഞ്ഞു തൻ്റെ വണ്ടിയുടെ മുമ്പിൽ വീണു. തൻ്റെ വണ്ടി ഷിവർ ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് റൈറ്റ് സൈഡിൽ കണ്ട വീടിന് ഗേറ്റിനകത്തോട്ട് വണ്ടി അങ്ങ് കയറ്റി. ഓടിച്ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. ആരാന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഞാനൊരു ഡോക്ടറാണ്. സ്തോത്രം. എന്താ വന്നേ? കാറ്റ് കണ്ട് പേടിച്ച കയറിയിരുന്നാട്ടെന്ന് പറഞ്ഞു. കയറിയിരുന്നവർക്ക് ഒരു കപ്പ് കാപ്പിയും കൊടുത്തു. കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീ ചോദിച്ചു, സ്തോത്രം, ഡോക്ടർ മാർക്കിനോട് ചോദിച്ചു, സ്തോത്രം, അവർക്കറിയത്തില്ല ഡോക്ടർ മാർക്കാന്ന്. പുള്ളിക്കാരത്തി പറഞ്ഞു, എനിക്ക് പ്രയറിൻ്റെ ടൈമായി, പ്രാർത്ഥിക്കാൻ സമയമായി. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുന്നോ? ആ ഡോക്ടർ പറഞ്ഞു, ഞാൻ ദൈവവിശ്വാസിയല്ല. ആ സ്ത്രീ അകത്ത് കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ കരഞ്ഞ് നിലവിളിച്ച അദ്ദേഹത്തിൻ്റെ ആ സാക്ഷ്യത്തിൽ എഴുതിയേക്കുന്നത് പുറത്തടിച്ച കൊടുങ്കാറ്റിനേക്കാൾ ഭയങ്കരമായിരുന്നു ആ മുറിക്കകത്തുനിന്ന് മുഴങ്ങിയ കരച്ചിൽ. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വെട്ടി വേർത്ത സ്ത്രീ പുറത്തു വന്നു. അപ്പോൾ അവർ ചോദിച്ചു, ഡോക്ടർ മാർക്ക് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇത്രയും നേരം ഇവിടെ കരയാൻ കാരണം? ഉടനെ ആ സ്ത്രീ പറഞ്ഞു, ഡോക്ടറെ അകത്തോട്ട് വാ, എൻ്റെ മോള് 18 വയസ്സാ, അവളെ ക്യാൻസർ പിടിച്ചിരിക്കുക. ഈ സ്റ്റേറ്റിലെ എല്ലാ ഡോക്ടർമാരും തള്ളി. ഇനി ഇവളെ നോക്കാൻ ഈ അമേരിക്കയിൽ ഒറ്റ ഡോക്ടറേ ഉള്ളൂ. സ്തോത്രം. ആ ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് 6.5 മാസം കഴിഞ്ഞ. ആ അപ്പോയിൻമെൻറ്റ് ഈ ആഴ്ച കിട്ടാൻ ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഉടനെ ആ സ്ത്രീയോട് ചോദിച്ചു, ആരാണ് ആ ഡോക്ടർ? പുള്ളിക്കാരൻ പറഞ്ഞു, ആ ഡോക്ടറുടെ പേര് മാർക്കമ്മ. ആ ഡോക്ടർ മുട്ടുകുത്തി വെച്ച് പറഞ്ഞു, നിങ്ങൾ തപ്പുന്ന ഡോക്ടർ ഞാനാ. ഞാൻ ഇന്ന് രാത്രി ഇത് പ്രാർത്ഥനയുടെ ശക്തി കേട്ടോ, ആകാശത്തിന്റെ ഗതി മാറ്റി കൊടുങ്കാറ്റടിപ്പിച്ച് പ്രാർത്ഥിച്ചവരുടെ വീട്ടിൽ എത്തിക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്നവരോട് പറയാം, നിന്റെ പ്രേരണോളം വലുത് ഭൂമിയിൽ ഒന്നുമില്ല. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥീര്, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥീര്. വേദപുസ്തകത്തിലെ കണ്ണുനീരിന്റെ 2 വിലയൂടെ പറഞ്ഞിട്ട് കരയണ്ട എന്ന പദത്തിലോട്ട് വരാം. വേദപുസ്തകത്തിലെ കണ്ണുനീരിന്റെ വില ഞാൻ പറയാം. ദൈവത്തിന് യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യനോട് ചോദ്യര് യാബോക്കടവിന്റെ തീരത്ത് ഒറ്റയ്ക്ക് കരഞ്ഞു. എന്തുവാ ഒറ്റയ്ക്ക്? എന്താ പറഞ്ഞ? ഒറ്റയ്ക്ക്. കരയാൻ ആരും കൂട്ട് കാണുകയല്ല. തമാശ പറയാൻ ആള് കാണും, പക്ഷെ കരയാൻ ആളില്ല. ഒറ്റയ്ക്ക് കരഞ്ഞു. സ്തോത്രം. എന്താ? താനൊരു വലിയ പ്രതികൂലത്തിൽ കൂടെ പോവുക. പ്രതികൂലമുള്ള ആരെങ്കിലും ഇന്ന് വചനം കേൾക്കുന്നെങ്കിൽ ഒറ്റ വഴിയോട് കരഞ്ഞാൽ മതി, നിന്റെ പ്രതികൂലത്തിന്റെ പരിഹാരം ഉണ്ടാകും. ഒറ്റ കാര്യത്തിനാ കരഞ്ഞ് തൻ്റെ സഹോദരൻ തന്നെ കൊല്ലാൻ വരുന്നു. കണ്ണുനീര് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് എഴുന്നേറ്റുമ്പോൾ അവിടെ പറയുന്നൊരു ഭാഗമുണ്ട്. ദൈവം ചോദിക്കുക, യാക്കോബേ, നിന്റെ പേരെന്താ? അവൻ പറഞ്ഞു, യാക്കോബ്. ദൈവം പറയാ, നിന്റെ പേര് ഞാൻ തിരുത്തുക, ഇന്ന് തൊട്ട് നീ ഇസ്രായേലാ. ആ പ്രയർ കഴിഞ്ഞ് യാക്കോബ് എഴുന്നേറ്റപ്പോൾ കൊല്ലാൻ വന്നവൻ ചുംബിച്ചു പോയി. കൊലപാതകത്തെ ചുംബനമാക്കാൻ പ്രയറിന് കഴിയും. ഞാൻ ഇന്ന് രാത്രി ഒരു മെസ്സേജ് പറയുമ്പോൾ പറയാം, കണ്ണുനീര് കുറയരുത്, കണ്ണുനീര് കുറയരുത്. ബൈബിളിലെ വാക്ക് ശ്രദ്ധിച്ചോ, കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവം.
ഞാനിന്നിപ്പോൾ ഈ വേദിയിൽ ഇരിക്കുമ്പോൾ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഞാൻ കരഞ്ഞപ്പം നോക്കിക്കേ, ഇതുപോലെ ഒപ്പിയച്ച് താഴെയിട്ട കർച്ചീഫിലെ കണ്ണുനീർ എവിടെ പോയി? നാളെ ഇത് വാഷ് ചെയ്യുമ്പം ദൈവത്തിന് സ്തോത്രം, ആ കണ്ണുനീര് പോകും. പക്ഷെ ദൈവം പറയുക, നീ ഒപ്പിയച്ച് താഴെയിട്ട കണ്ണുനീർ ഞാനൊന്നൊപ്പി. അതെവിടെ ഉണ്ടെന്നറിയാമോ? എൻ്റെ തുരുത്തിയിലുണ്ട്. ഒരാമീൻ പറഞ്ഞാട്ട്. നിന്റെ സങ്കടം തീർക്കാൻ പോകുവാന്ന് ഇന്ന് രാത്രിയിലെ ദൂത്. അവൻ രക്ഷിക്കുന്ന രക്ഷകനായി ഇന്ന് ഈ പ്രാർത്ഥനയ്ക്കകത്ത് വന്നിട്ടുണ്ട്. ഇനി സങ്കീർത്തനത്തിലെ മറ്റൊരു വാക്യം കേട്ടോ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ. ബാക്കി പറ. അറിയാവുന്നവര് പറ. അവര് മിണ്ടുന്നില്ല, നിങ്ങളേലും പറ. ആർപ്പോടെ. ഒരാമയും വരുന്നില്ല. കണ്ണുനീരൊരു വിതയാണെങ്കിൽ ഒരാർപ്പിന്റെ കൊയ്ത്തുണ്ട്. ഒരു സുവിശേഷങ്ങളുടെ ഒരു ദേശത്ത് പോയാൽ പോസ്റ്റർ ഒട്ടിക്കുന്നതിന് മുമ്പ് അവൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആ ദേശത്തൂടെ നടന്നൊന്ന് കരയും. ഹല്ലേലൂയ. ആ കരച്ചിലിന്റെ കണ്ണുനീർ നിലത്ത് വീണാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ കണ്ണുനീർ മറുപടിയായി വെളിപ്പെട്ടു വരും. കണ്ണുനീര് ബൈബിള് വരെ ഒരു വിതയാ. നിന്റെ കുഞ്ഞിന് വേണ്ടി നീ വിതയ്ക്കുന്ന വിതയാ കണ്ണുനീർ. ഒന്നുകൂടെ പറയാം, കണ്ണുനീരൊരുക്കുന്ന കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ വർണ്ണിക്കാൻ കഴിയത്തില്ല. ഇന്ന് യേശു ഇവിടെ ഇറങ്ങി വന്നേക്കുന്ന എന്തിനാ? നിന്റെ കണ്ണുനീർ അവൻ ഒപ്പാൻ പോകുകയാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഈ വർഷം തീരുന്നതിന് മുമ്പ് ഞാൻ സങ്കടപ്പെട്ട എല്ലാ കാര്യത്തിലും എനിക്കൊരു സന്തോഷം ദൈവം തരാൻ പോവാ? അത് വിശ്വസിക്കുന്നവരെ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. അത് രണ്ട് കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഹല്ലേലൂയ. ഒന്ന് ഉയർത്തി, നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വാ തുറന്ന് പറഞ്ഞേ, ഏതെല്ലാം വിഷയത്തിൽ ഞാൻ സങ്കടപ്പെട്ടോ ആ വിഷയത്തിലൊക്കെ കരങ്ങളെ താത്തിയിടാം. ഒരു ദൂതിലോട്ട് പറഞ്ഞ് വചനം തുടങ്ങുക. ദൈവത്തിന് സ്തോത്രം. ആമീൻ. അപ്പം കണ്ണുനീരൊരു വിതയാണ്. അതിനെന്തുണ്ട്? ആർപ്പോടെ ഒരു കൊയ്ത്തുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. യെശയ്യാ പ്രവചനത്തിൽ നിങ്ങളോട് പറയാൻ ഒരു ദൂതുണ്ട്. 60-ാം അധ്യായം 20-ാം വാക്യം വായിക്കുന്നില്ല. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. ഒന്നുകൂടെ പറയാം, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. എന്തിൻ്റെയോ അവസാനം ദൈവം ഇവിടെ കാണുന്നുണ്ട്. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പം നിന്റെ ലൈഫിൽ എന്തൊക്കെയോ ചില ദുഃഖകാലത്തിൻ്റെ അവസാനം എൻ്റെ ദൈവം കുറിക്കുക. ഇനി യേശുവിൻ്റെ വാക്കുകളിലോട്ടാണ് വരാൻ പോകുന്നത്. ഒരു വാക്യം കൂടെ ധ്യാനത്തിനായി വായിച്ചു കേൾപ്പിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. கர்த்தர் அவளை பார்த்து அவள் மேல் மனதுருகி அழாதே என்று சொல்லி 14 വായിച്ചാട്ട്. கிட்ட வந்து பாடையை தொட்டார். அதை சுமந்தவர்கள் நின்றார்கள். മതി, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു. ഇനി എന്നെ മാത്രം നോക്കിയിരിക്കണം. ഞാൻ ഈ വാക്യത്തിനകത്തൊന്ന് സംസാരിക്കാൻ പോവാം. യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷാകാലം യോഹന്നാന്റെ കൈക്കീഴിൽ യോർദാനിൽ സ്നാനമേറ്റ് ആത്മാഭവനെ മരുഭൂമിയിലേക്ക് നടത്തി. യേശുവിൻ്റെ നോട്ടത്തിലും നിപ്പിലും വരവിലും ഒക്കെ അത്ഭുതങ്ങൾ നടന്നതായിട്ട് ആ ബൈബിൾ വെളിപ്പെടുത്തുന്നു. 4 സുവിശേഷം പഠിച്ചാൽ ഒരുത്തരും തല കുനിക്കത്തില്ല, തല നിവർത്തും. കാരണം എന്താ? എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരു സ്തോത്രം ചെയ്യുക. എനിക്ക് ബൈബിളിൽ ഏറ്റവും കൂടുതൽ വായിക്കാൻ ഇഷ്ടം സുവിശേഷങ്ങളും ലേഖനങ്ങളുമാണ്. അത് ഏറ്റവും കൂടുതൽ വായിക്കുന്നയാളാണ് ഞാൻ ഇനി ഈ വാക്യത്തിൻ്റെ വെളിപ്പാടിലോട്ട് വരാം. ഒരു കുടുംബത്തെ കർത്താവ് വെളിപ്പെടുത്തുക. കണ്ണുനീർ തുടയ്ക്കുക എന്ന പദത്തിലേക്കാണ് വരാൻ പോകുന്നത്. ദൈവത്തിന് ഒരു കുടുംബത്തെ അവിടെ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തുകയാണ്. ആ സ്ത്രീക്ക് ഭർത്താവ് മരിച്ചുപോയി, ഒരു മകനുണ്ട്. സ്തോത്രം. എൻ്റെ ചിന്ത പറയുക, ഒന്നുകിൽ ഈ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പം അപ്പൻ മരിച്ചു, അല്ലെങ്കിൽ ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ അപ്പൻ മരിച്ചു. ഒന്നാമത്തെ വിലാപയാത്ര ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുക. ആ സ്ത്രീ അലറിക്കരയുക, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ പോവാണോ? കൊച്ചു കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുക. നാട് പറഞ്ഞു, ഒന്നാമത്തെ വിലാപം പടിയിറങ്ങിയ വീട്. ഈ സ്ത്രീക്ക് ഇനി ഏക പ്രത്യാശ ഈ കുഞ്ഞാണ്. ഇവൻ വളർന്നു, 1-ാം ക്ലാസ്, 5-ാം ക്ലാസ്, 8-ാം ക്ലാസ്, 10-ാം ക്ലാസ്. എൻ്റെ ഭാവനെ പറയുക, എഞ്ചിനീയറിങ് പാസ്സായി ആദ്യത്തെ ശമ്പളം വാങ്ങിച്ച് വീട്ടിൽ വന്ന് രാവിലെ അപ്പവും കറിയും കഴിക്കുമ്പം ഒരു കാർഡിയാക് അറസ്റ്റ്, പുറകോട്ട് വീണു, അന്നേരം മരിച്ചു. ശ്രദ്ധിക്കണം, മോൻ്റെ ശവത്തെ കെട്ടിപ്പിടിച്ച് കരയുന്ന അമ്മ. ആ അമ്മ ചോദിക്കുക, എൻ്റെ വീടിൻ്റെ ദുഃഖം എന്നു മാറും? വീട്ടിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ്
മകന്റെ ശവവും പിടിച്ചുകൊണ്ട് വഴിയിലോട്ടിറങ്ങി നയീം പട്ടണത്തിലോട്ട് എത്തിയപ്പം ആ യാത്രയ്ക്കെതിരെ മറ്റൊരുവൻ നടന്നു വരുന്നു. അവന്റെ പേരാ യേശു. യേശുവിന്റെ പ്രത്യേകത കണ്ടാൽ കൈവിടത്തില്ല. നീ അവന്റെ മുമ്പിൽ ചെന്ന് പെട്ടാൽ നിന്നെ കൈവിടത്തില്ല. ഇന്ന് രാത്രി ഒളിഞ്ഞോ മറഞ്ഞോ ഈ വചനം കേൾക്കുന്നെങ്കിൽ നിന്നെ ദൈവത്തിന് പ്ലാനുണ്ട്. നിന്നെ രക്ഷിപ്പാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഒരാമീൻ പറഞ്ഞു തുടങ്ങിയാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഞാൻ ആ ദൂതൊന്ന് വിവരിക്കട്ടെ. സ്തോത്രം. ആ വിലാപയാത്ര വരിക. നാടുണ്ട്, വീടുണ്ട്, നാട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, സ്നേഹിതരുണ്ട്, എല്ലാവരും ചേർന്ന് സ്തോത്രം ഈ ശവം ഒരു ശവപ്പെട്ടിക്കകത്താക്കി ഒരു മഞ്ചത്തിനകത്ത് ചുമന്നുകൊണ്ട് വരിക. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. യേശു അവിടെ നിന്നിട്ട് അവരോട് പറയാ, ആ സ്ത്രീയോട് പറയാ, കരയണ്ട. ചോദ്യം, ഈ സ്ത്രീ യേശുവിനോട് കരഞ്ഞോ? ഇല്ല. ഈ സ്ത്രീക്ക് യേശുവിനെ അറിയത്തില്ല. തന്നോട് കരയാത്തവന്റെ കാര്യത്തിൽ ഇത്രയും ഇടപെട്ടെങ്കിൽ തന്നോട് കരയുന്നവരുടെ കാര്യത്തിൽ എത്രയധികം ഉണ്ടെന്നില്ല. കർത്താവിന്റെ പ്രത്യേകത, കണ്ണുനീര് കണ്ടാൽ സഹിക്കത്തില്ല. നാട്ടുകാര് കാണാനല്ല കരയേണ്ടിയേ, കാണേണ്ടവൻ കാണാൻ കരയണം. എനിക്ക് സുവിശേഷ യോഗത്തിൽ തരുന്നൊരു ബോധ്യം, നിന്റെ കണ്ണീരൊപ്പാൻ യേശുവിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. നിങ്ങൾ ഈ വിലാപയാത്രയൊക്കെ കണ്ടിട്ടില്ലയോ? വിലാപയാത്ര, ഇപ്പോഴത്തെ വിലാപയാത്രയൊക്കെ ഭയങ്കര യാത്രയാണ്. ശവടക്കിലൊക്കെ ചെല്ലണം. എന്നാ ബഹള. പ്രത്യേകിച്ച് ഈ സമയമാന്തരത്തിലൊന്നൊരു പാട്ടുണ്ട് മലയാളത്തിൽ. ആ പാട്ടിന് ഋതമൊക്കെ കയറ്റി മണിനാഥമൊക്കെ കയറ്റിയാൽ അടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ നെഞ്ചത്തിടിക്കുന്ന പോലെ തോന്നും. ശ്രദ്ധിച്ചു കേൾക്കണം. കറുപ്പിച്ചാത്തി കൊണ്ട് കാബേജ് തരുന്ന അമ്മാമ്മ പോലും ഈ പാട്ട് കേൾക്കുമ്പോൾ എഴുന്നേറ്റ് അറ്റൻഷനായിട്ട് നിൽക്കും. എന്നെ തൊടല്ലേ എന്ന് പറഞ്ഞാൽ വെറുതെയാ, നമ്മളെ എല്ലാം കൊണ്ടുപോകും. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധിക്കണം. ബാൻഡുകാർ ബാൻഡ് ഊതുന്നു, പാട്ടുകാർ പാട്ടുപാടുന്നു, നാട്ടുകാർ ദുഃഖിച്ച് വെള്ള ഉടുപ്പും കറുത്ത ഉടുപ്പും കറുത്ത റുബണുമൊക്കെ കുത്തി വരിക. യേശു പറയാ, കരയണ്ട. നാട് നടുങ്ങി, വീട് നടുങ്ങി, നാട്ടുകാർ നടുങ്ങി. അതാ ദൈവശബ്ദത്തിന്റെ പ്രത്യേകത. നിന്റെ അവസാനം കുറിക്കുമെന്ന് വെല്ലുവിളിക്കുന്നവരുടെ ദൈവം പറയുക, കരയണ്ട. ഒരു ബാബുസാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നടന്ന് പുള്ളിയുടെ സാക്ഷ്യം പറയാറുണ്ട്. എന്റെ ചർച്ചിൽ ഒരിക്കൽ അദ്ദേഹം സാക്ഷ്യം പറയാമോ? കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കോളേജുകളുടെ പ്രിൻസിപ്പളായിരുന്നു അദ്ദേഹം. കോടിക്കണക്കിന് രൂപയുണ്ടായി. കേരളം തൊട്ട് കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെയുള്ള സ്ഥലത്ത് 100 കണക്കിന് ഏക്കറുകൾ സ്ഥലങ്ങൾ വാങ്ങി. ഒരു സുപ്രഭാതത്തിൽ അറിഞ്ഞു, ഈ സ്ഥലമെല്ലാം വാങ്ങിയ തൻ്റെ പേര് രജിസ്റ്റർ ആകുന്നില്ല, ഒരു ഭൂമി മാഫിയയുടെ പേരിലാണ് രജിസ്റ്റർ ആയിക്കൊണ്ടിരിക്കുന്നത്. തനിക്ക് കിട്ടിയതെല്ലാം കള്ളപ്രമാണമാണ്. ഒന്നുമില്ലാത്തവനായി പുള്ളി മാറി. ശ്രദ്ധിക്കണം, ഒന്നുമില്ലാത്തവനായി മാറിയ പുള്ളിക്കാരുടെ ഭാര്യ പറഞ്ഞു, എനിക്ക് ജാതകദോഷമുണ്ട്, അതുകൊണ്ടാണ് എന്നെ കെട്ടിയ ഭർത്താവിന് ഇങ്ങനെ വന്നത്, 2 പിള്ളേരുമുണ്ട്. സ്തോത്രം. ഒരു പൈസയ്ക്ക് നിവർത്തിയില്ലാത്ത ആ മനുഷ്യൻ ഒരു ദിവസം തിരിച്ചു വരുമ്പോൾ തൻ്റെ ഭാര്യ മുറിക്കകത്ത് തൂങ്ങി മരിച്ചു നിൽക്കുന്നു. 2 പിഞ്ഞു കുഞ്ഞുങ്ങളും പുള്ളിയും മാത്രം. ഭയങ്കര കടബാധ്യതയുള്ളവനായി മാറി. ഇലക്ട്രിസിറ്റി കട്ട് ചെയ്ത് 1 കവർ പാല് വാങ്ങിക്കാൻ പൈസയില്ല. കരഞ്ഞ് നിലവിളിച്ച് ആ മനുഷ്യൻ അകത്തിരിക്കുക. പുള്ളി തീരുമാനിച്ചു, പുള്ളിയും 2 കുഞ്ഞുങ്ങളും പൊട്ടാസ്യം സൈനൈഡ് കഴിച്ച് മരിക്കുവാൻ. യൂട്യൂബിൽ ബാബുസാറ് നടിച്ചു നോക്കിയ ഈ സാക്ഷ്യം കാണാം. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. കണ്ണുനീരൊപ്പൊന്ന് ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ടുവരിക. ശ്രദ്ധിക്കണം. സ്തോത്രം. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെ നല്ലകൂടി പിടിയിച്ച് അവർക്ക് ഓരോ സ്പൂൺ പഞ്ചസാര കൊടുത്തു, തിന്നാട്ട്. അപ്പന് വരുന്ന പഞ്ചസാര തിന്നു. എന്താ? നാളെ സൈനൈഡ് കൊടുക്കാനാ. പിറ്റേ ദിവസം രാവിലെ ഉടുപ്പിടിച്ചു. സ്തോത്രം. താനും ഒന്നിച്ച് സോഫായിലിരുന്നു. പിള്ളേർക്ക് പൊട്ടാസ്യം സൈനൈഡ് കൊടുക്കാൻ പോകുമ്പം വാതിലിൽ ആരോ മുട്ടുന്നു. പുള്ളി മിണ്ടിയില്ല, കടക്കാരായിരിക്കാം. പിന്നെ മുട്ടി, അനങ്ങിയില്ല. അടുത്ത ചോദ്യം, ബാബു സാറിന്റെ വീടാണോ? പുള്ളി മിണ്ടിയില്ല. വീണ്ടും ആ മനുഷ്യൻ ചോദിച്ചു, ബാബു സാറിന്റെ വീടാണോ? പുള്ളി മിണ്ടിയില്ല. വാതിൽ തള്ളി തറഞ്ഞു ചോദിച്ചു, ബാബു സാറിന്റെ വീടാണോ? പുള്ളി കിടുങ്ങിപ്പോയി. ആരാ?
യഹോവ പറയുന്ന ആത്മഹത്യ ചെയ്യരുത്. നിങ്ങൾ ആരാ? ഞാൻ തമിഴ്നാട്ടിൽ നിന്നൊരു സുവിശേഷകനാ. ഇന്നലെ രാത്രി നിന്റെ അഡ്രസ് തന്നിച്ച് ദൈവം പറഞ്ഞു നീ മരിക്കാൻ പോവാ, മരിക്കരുത് ചെന്ന് പറയാൻ. കണ്ടോ വാക്കുകളുടെ ശക്തി കണ്ടോ? ഇന്ന് പകൽ ഞാനൊരു കാര്യമായി ദൈവവുമായിട്ട് കണക്ഷനുള്ള നിന്നിലൂടെ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ മനുഷ്യൻ അന്ന് അവിടെ ചെന്നത് കൊണ്ട് ബാബു സാർ ഇന്നും ജീവിച്ചിരുന്ന് സാക്ഷി പറയുന്നു. ഒരു ദൂത് പറയാം നിന്നോട്, നിന്റെ കണ്ണുനീരൊപ്പാൻ കഴിയുന്ന യേശു. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ ദൂത് പറയട്ടെ. യേശു ആ സ്ത്രീയോട് പറയാ, കരയണ്ട. പാട്ട് നിന്നു, വാദ്യോപകരണങ്ങൾ നിന്നു, വീട്ടുകാരിൽ നിന്നു, നാട്ടുകാരിൽ നിന്നു, ദേശക്കാരിൽ നിന്നു, സഭക്കാരിൽ നിന്നു, പള്ളിക്കാരിൽ നിന്നു. യേശു ആ മഞ്ചത്തെ തൊട്ടച്ച് അവനോട് പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു. നിങ്ങൾ എന്നെ ഒന്ന് നോക്ക്. ഒരു മിനിറ്റ് കൊണ്ട് ആ റോഡിൽ വലിയ നിശബ്ദത. ഇവൻ മഞ്ചത്തിനകത്ത് എഴുന്നേറ്റിരുന്നു. ഒരു ചോദ്യം, ഇനിയും ആ യാത്ര സെമിട്രിയിലോട്ട് പോകുമോ തിരിച്ചു വീട്ടിലോട്ട് പോവോ? പറ പറ മക്കള് പറ. തിരിച്ചു വീട്ടിലോട്ട് പോകും. ഇത് സെമിട്രി പോകത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. വാദ്യമേളം നിന്നു, പാട്ടുകാര് നിന്നു, നാട്ടുകാര് നിന്നു, വീട്ടുകാര് നിന്നു. ഈ കൊച്ചനിപ്പോ ചോദിക്കുക എന്താ ഇവിടെ സംഭവിച്ചേ? നാട്ടുകാര് പറയുക ദേ യേശു, ദാ യേശു, ദേ യേശു. നിന്റെ ശവപ്പെട്ടിക്കകത്തുനിന്ന് എഴുന്നേപ്പിച്ച യേശു, നിന്റെ വിലാപയാത്ര നിർത്തിച്ച യേശു. ഞാൻ ഇന്ന് ഈ പരസ്യമായി ഈ സ്ഥലത്തൊരു ദൂത് പറയാം. നിന്റെ വീടിന്റെ അന്തരീക്ഷം മാറ്റാൻ കഴിവുള്ള ഒരാളെ ഉള്ളൂ, അവന്റെ പേരാ യേശു. എന്റെ ചിന്ത പറയുവാണേ, സമയമാനത്തിന് പാടിയ ഋതമല്ല ഇനി പാട്ടിലിടാൻ പോകുന്നത്. യേശു സിഗ്നൽ കൊടുത്തു പാടിക്കോളാൻ. എന്റെ ഭാവന പറയുക, ഒരാനന്ദത്തിന്റെ പാട്ട് പാടി തിരിച്ച മഞ്ചം വരിക. ഇപ്പം ശവപ്പെട്ടി കാലിയ. ഈ പെട്ടി ഇനി എന്തോ വീട്ടിൽ കൊണ്ടുവെക്കാൻ പറ്റുമോ? ശവപ്പെട്ടി വീട്ടിൽ കൊണ്ടുവെക്കാൻ പറ്റുമോ? ഇങ്ങനെ ചാരി വെക്കാൻ പറ്റുമോ? പറ. 2-3 തട്ടടിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും വെക്കാൻ പറ്റുമോ? നിങ്ങൾ ഇങ്ങോട്ട് നോക്കണം. ഇത് എന്തോ ചെയ്യൂ ഇനിയും. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ മാത്രമല്ല, ലോകത്തിൽ മുഴുവൻ മനുഷ്യരും പ്രാർത്ഥിക്കുക. ആശുപത്രിക്കാരൻ രാവിലെ പ്രാർത്ഥിക്കുക, കർത്താവേ സകലരും രോഗിയായി ഇന്ന് ആശുപത്രി വരണേ. വർഷോപ്പുകാരൻ പ്രാർത്ഥിക്കുക, കർത്താവേ ഇന്ന് കൂട്ടയിടിയായിരിക്കണേ. പഞ്ചറൊട്ടിക്കുന്നവൻ പ്രാർത്ഥിക്കാം, പല വണ്ടിയുടെ ടയറെന്ന് പഞ്ചറ. അതിനിടയ്ക്ക് 1 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാത്ത നിന്റെ കാര്യം പിടികിട്ടിയോ? ആംബുലൻസുകാരന്റെ പ്രാർത്ഥന എന്തുവാ? ഞാൻ ഇവിടെ ഒരു കഥ വായിച്ചു തന്നപ്പോൾ ഞാൻ ഈ 2023 ഏറ്റവും കൂടുതൽ ചിരിച്ചൊരു കഥയാണ്. ഒരു കഥയാ. ആ കഥ ഇത്രയേ ഉള്ളൂ. ഒരു മനുഷ്യൻ കാറെ പോവാ. ടാക്സി ഡ്രൈവർ ടാക്സി ഓടിച്ചു പോയപ്പോ ഭയങ്കരമായിട്ട് ഈ യാത്ര ചെയ്യുന്ന ആള് പുറകിലത്തെ സീറ്റിൽ ഇരിക്കുക. ഒരു കാറേലാ പോകുന്നത്. കുറേ നേരം ചെന്നപ്പോ ഈ പുള്ളിക്കാരന് വെള്ളം കുടിക്കേണ്ടിയുണ്ട്. കട എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ വേണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആളുടെ തോളയിലൊന്ന് തൊട്ടു. പുള്ളി വിറച്ച് കാറ് റോഡേന്ന് കാട്ടിപ്പോയി. ഈ മനുഷ്യൻ ചോദിച്ചോടൂ, ഇയാളെ ഞാനൊന്ന് തൊട്ടേന്, ഇയാൾ ഈ വെട്ടി വിറച്ച് എന്തിനാ അവിടെ പോയെ? സാറേ പെണങ്ങല്ല്, ഞാൻ ഇന്നലെ വരെ ആംബുലൻസിന്റെ ഡ്രൈവറായിരുന്നു. എന്നെങ്കിലും ഒരു ശവം വന്ന് എന്നെ തൊടുവെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഈ കാറാ ഓടിക്കുന്നുള്ള കാര്യം അങ്ങ് മറന്നുപോയി. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇതുപോലെ ഞാൻ ചിരിച്ചൊരു ദിവസം ഉണ്ടായിട്ട്, അത് കേട്ട ആർക്കാ ചിരി വരാത്തെ? ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറയട്ടെ ദൂത്, ശ്രദ്ധിച്ചേ. സ്തോത്രം. ഇനി ഈ പെട്ടി എന്നാ ചെയ്യും? പറ, എന്നാ ചെയ്യും? എൻ്റെ ഭാവനെ പറയുക, തിരിച്ചു വരുമ്പോ ഇവൻ നൃത്തം ചെയ്താ വരുന്നത്. അപ്പൊ ആ പോകുന്ന റൂട്ടിലെ കടയുള്ളൊരു ചേട്ടൻ നേരത്തെ വീട്ടിൽ ചെന്നതിന് ഒരു ഉമ്മയും കൊടുത്തേച്ച് പോന്ന. ഇപ്പൊ നേണ്ട അവന്റെ കടയുടെ മുമ്പിൽ തുള്ളിച്ചാടി വരിക ഇവൻ. അവൻ ചോദിച്ചു, ഇത് എന്നാ സംഭവിച്ചേ? ഉത്തരം യേശു. എല്ലാത്തിനും മറുപടി 2 അക്ഷരം യേശു.
നിന്റെ സകല അനുഗ്രഹത്തിന്റെ പിമ്പിൽ ആരാ? അയ്യോ, ഇങ്ങനെയാന്നാ പറയുന്നേ. ഭാഷ മിണ്ടല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ പറഞ്ഞിട്ടുണ്ട്. മിണ്ടിയോളാ അമ്മി സത്യജെ, നിന്റെ സകല അനുഗ്രഹത്തിന്റെ പിമ്പിൽ ആരാ? അയ്യോ പോരാ, ആരാ? പിള്ളേരെ നിങ്ങളേലും പറയാം, എന്നാലേ നടക്കത്തുള്ളൂ. ആരാ? യേശു. ജനമെല്ലാം കൂടെ പറഞ്ഞ സകല അനുഗ്രഹത്തിന്റെ ഉറവിടം ആരാ? ഇപ്പൊ ഒത്തു വരുന്നുണ്ട്. ഇച്ചിരൂടെ കഴിയുമ്പോൾ ശരിയാ. നിങ്ങൾ നോക്കി, ആ നൃത്തം അവിടുന്ന് വരിക. ചുരുക്കി പറയാം, ആ വീട്ടിലോട്ടാ വരുന്നേ. ഈ മരണ വീടിനെ സംബന്ധിച്ച് എല്ലാവരും ഡെഡ് ബോഡി അടക്കാൻ പോവുകയില്ല. കുറച്ചുപേര് വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ചെറുപ്പക്കാരൻ കൊച്ചൻ പറഞ്ഞു, അമ്മേ ആന്റി എന്നാ ഒരു ഘോഷയാത്ര വരുന്നുണ്ട്. അവൻ പറഞ്ഞു, മിണ്ടായിരൂടാ, മരണ വീടാ. അതല്ല, നമ്മൾ മുമ്പേ ചുംബനം കൊടുത്ത ചേട്ടനാ മുമ്പിൽ നിൽക്കുന്നേ. മിണ്ടുന്നില്ല. 2 വിലാപം പടിയിറങ്ങിയ വീട്ടിലോട്ട് ഒരു ഘോഷയാത്ര തിരിച്ചു കയറുക. ഇതിന്റെ പിമ്പിൽ ഒരാളേ ഉള്ളൂ, അവന്റെ പേരാ യേശു. നിന്റെ ചരിത്രം തിരുത്തുന്ന യേശു, നിന്റെ സാഹചര്യങ്ങൾ മാറ്റുന്ന യേശു, നിന്റെ നിന്ന മാറ്റുന്ന യേശു. ഇന്ന് വിളിച്ചു പറ, യേശുവേ നീ എനിക്ക് വേണ്ടി അത്ഭുതം. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ആ യേശു ആരാ? നമ്മൾ വായിച്ച വാക്യത്തിൽ എഴുതി, അവൻ ഏക രക്ഷകനാ. യേശു ആരാ? രക്ഷകനാ. ഒരാമയും പറഞ്ഞാട്ട്. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒറ്റ നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. ഇന്ന് രാത്രി ഇവിടെ ഉയർത്തപ്പെടുന്നത് പ്രസംഗകരല്ല, യേശുവിന്റെ നാമമാ. ഇന്ന് രാത്രി ഇവിടെ ഉയർത്തപ്പെടുന്നത് നാം ഈ ധാരാളം പേരുള്ള കൊയറല്ല, യേശുവിന്റെ നാമമാ. ഇന്ന് രാത്രി ഞങ്ങളെല്ലാം സൈലന്റ്, ഒരുവൻ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക, അവന്റെ പേരാ യേശു. ഓ തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്യുക. അവൻ രക്ഷകനാന്ന് ഞാൻ പ്രസംഗിക്കാൻ പോവാ. നല്ലൊരു ഹല്ലേലൂയ പറ. ഇന്ന് രാത്രി രക്ഷപ്പെടാൻ കൊതിക്കുന്നവരൊക്കെ ആ രക്ഷകനുമായിട്ട് ഇന്ന് ചേരണം. എന്നിട്ട് ഐശയ്യാവി പ്രവചിക്കുക, ആ രക്ഷകനിൽ നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കണം. ഹല്ലേലൂയ. കൈ ഉയർത്തി ഒന്ന് വിളിച്ചോണ്ട് പറ, യേശു രക്ഷകനാന്ന് പറ. 22 സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, യഹോവയിങ്കൽ നിന്നെ തന്നെ സമർപ്പിക്ക, അവൻ നിന്നെ രക്ഷിക്കട്ടെ, അവൻ നിന്നെ വിടുവിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അവനിൽ പ്രസാദമുണ്ടല്ലോ. നിന്നെ തന്നെ ദൈവകരത്തിൽ സമർപ്പിക്ക്, അവൻ നിന്നെ രക്ഷിക്കും, അവൻ നിന്നെ വിടുവിക്കും. എത്ര പേര് അതിന് ആമീൻ പറയും? ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു രക്ഷകനാ. യോഹന്നാൻ വെളിപ്പെടുത്തുന്ന, ലൂക്കോസും വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവൻ തേടി വരുന്ന രക്ഷകനാ. എവിടാണ് തേടി? നിങ്ങൾ അങ്ങോട്ട് ചെല്ലണ്ട, നിങ്ങൾ ഇരിക്കുന്നിടത്ത് തേടി വരുന്ന രക്ഷകനാ കർത്താവ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഉപമ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു ഉപമയെ നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവന്ന് ഞാൻ ദൂത് വെളിപ്പെടുത്താം. ഒരു മനുഷ്യന് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ. ആ അധ്യായത്തിൽ 3 നഷ്ടങ്ങളുണ്ട്. 1 100-1 നഷ്ടം, 2 10-1 നഷ്ടം, 3 2-1 നഷ്ടം. സ്തോത്രം. ഞാനൊരു തുടക്കത്തിലേ പറയാം, ഏത് നഷ്ടവും നികത്തി തരുന്നവർ യേശുവാ. 1 100-1 നഷ്ടം, 2 10-1 നഷ്ടം, 2 2-1 നഷ്ടം. 1-ാമത്തെ നഷ്ടം കാട്ടിലെ നഷ്ടം, 2-ാമത്തെ നഷ്ടം വീട്ടിലെ നഷ്ടം, 3-ാമത്തെ നഷ്ടം കുടുംബത്തിലെ നഷ്ടം. കാട്ടിലെ നഷ്ടവും വീട്ടിലെ നഷ്ടവും കുടുംബത്തിലെ നഷ്ടവും ഒന്നിച്ച് തീർത്തു തരാൻ കഴിവുള്ളവന്റെ പേരാ യേശു. ഇനിയും ദൂതിലോട്ട് വരാം. രാവിലെ ഇടയൻ, ഈ ബൈബിളിന്റെ അവതരണം, യേശു ക്രിസ്തു ദൈവത്തിന് സ്തോത്രം ഇടയനും നമ്മൾ ആടുകളുമാ. യേശു ക്രിസ്തു ഇടയനും നമ്മള്, അത് ബൈബിളിന്റെ വലിയ വെളിപ്പാടാ. ഞാൻ ചോദിക്കാം നിങ്ങളോടെ, ആടിന് ഒത്തിരി വിശേഷതയുണ്ട്. 1-2 വിശേഷത പറയാം. ആട് ഒരു സ്ഥലത്ത് യുദ്ധം ചെയ്തിട്ടില്ല, ഉണ്ടോ? ആടിന് കരയാനേ അറിയൂ. ആടിന് കരയാനേ, കരയുമല്ല, കരഞ്ഞു വാങ്ങിക്കാൻ ആടിനെ പോലെ. ഈ ആടിന് കൊടുക്കേണ്ട സമയത്ത് വെള്ളം കൊടുത്തില്ലേ?
നീ മനോരമയും മാതൃഭൂമിയും കൂടെ ഒന്നിച്ചിരുന്ന് വായിച്ചാലും അത് അല തുടങ്ങും. നിർത്തണേ, അതിന് കൊടുക്കേണ്ടത് കൊടുക്കണം. നിലവിളിച്ച് വേണം ഓരോ ആളുകളും ഇടയന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ. ഇനി ആടിന്റെ പ്രത്യേകത, ആടിന് താഴേന്ന് തിന്നുന്ന അല്ല ഇഷ്ടം, മേളീന്ന് തിന്നുന്ന ഇഷ്ടം. മുള്ളു തിന്നും ആട്, പക്ഷെ പറിച്ച് കെട്ടിത്തൂക്കി കൊടുക്കണം. താഴത്തെ ഇഷ്ടമല്ല, മേളത്തെയാ ഇഷ്ടം. ആടിന്റെ പ്രത്യേകത, കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരോട് പറയുക, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിന്നെ നടത്താം. എങ്ങനെ? ചെന്നായുടെ നടുവിൽ എങ്ങനെ? കുഞ്ഞാടിനെ പോലെ. ആടിനെ കുതിരയാക്കത്തില്ല, എന്നും നീ ആടാ. പക്ഷെ എത്ര ചെന്നായി വന്നാലും അവന്റെ മുമ്പിലൂടെ നിന്നെ ഞാൻ നടത്താം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഇന്ന് രാത്രി ഇവിടെ കൺവെൻഷൻ നടത്തി ഈ പഞ്ചായത്തിലെ മുഴുവൻ ചെന്നായ്ക്കളെ ഒരു ലോറിയെ കയറ്റി നമ്മൾ കേരളത്തിൽ കൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ബാംഗ്ലൂരിൽ കൊണ്ട് ഇറക്കുന്നതല്ല ഇന്നത്തെ രാത്രിയിലെ പരിപാടി. കർത്താവ് പറയുക, ഏത് ചെന്നായുടെ നടുവിലും നിന്നെ ഒരാടിനെ പോലെ ഞാൻ നടത്തി കാണിക്കാം. നിന്റെ അയൽവക്കത്ത് നിന്റെ എതിരാളി നിനക്കെതിരെ കലുതുള്ളി നിൽക്കുമ്പോഴും അവന്റെ മുമ്പിൽ കൂടെ ഒരു ആടിനെ പോലെ ഞാൻ നടത്തി കാണിക്കാം. ചില ചോദിക്കും, ഇവനെ എങ്ങനെയാ നടത്തുന്ന? ഉത്തരം, എന്നെ നടത്തുന്ന ഒരു ഇടയനുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിന്നെ നടത്തുന്ന ഒരു ഇടയനുണ്ട്. കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ നിനക്കെതിരെ ഇന്ന് രാത്രി ഹുങ്കാരം ഉയർത്തുമ്പോൾ നിന്റെ ഗമ എന്താ? നീ ബലഹീനനെന്ന നാട് പറഞ്ഞിട്ടും നിന്നെ എന്താ തൊടാൻ പറ്റാത്ത? നിന്നോട് അടുക്കുമ്പോൾ ഇടപെടുന്ന ഒരു ഇടയനുണ്ട്. എത്ര പേര് വിശ്വാസമുണ്ട്? നിന്റെ കുടുംബത്തെ ഇല്ലായ്മപ്പെടുത്തുവാൻ എത്രയോ വ്യക്തിത്വങ്ങൾ നിനക്കെതിരെ എഴുന്നേറ്റു. ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ, നേർച്ചകൾ, പൂജകൾ, ഗുണ്ടാ കൊട്ടേഷൻ സംഘത്തിനൊക്കെ കൊടുത്തിട്ടും നിന്നെ തൊടാത്ത എന്നാ? അവർക്ക് അടുക്കാൻ വയ്യാത്തൊരു അതിര് ഇടയം നിനക്ക് ഇട്ടിട്ടുണ്ട്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഇന്ന് രാത്രി എന്റെ ഗമ, ഞാൻ എന്റെ രാഷ്ട്രീയ ബന്ധമല്ല, എനിക്കൊരു ഇടയനുണ്ടെന്ന. എത്ര പേര് ആമീൻ പറയും? ഇന്ന് മനസ്സിൽ പറ, എനിക്കൊരു ഇടയനുണ്ടെന്ന് പറ. ദാവീദ് പറ, യഹോവ എന്റെ, അതുകൊണ്ട് എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. കൃത്യസമയത്തല്ല ലഭിക്കും. പോട്ടെ, ആടിന്റെ പ്രത്യേകത, ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, ആടിന്റെ പ്രത്യേകത ഒത്തിരി ഉണ്ട്. ആടൊരിക്കലും ചെളിക്കകത്ത് കിടക്കുകയല്ല. കിടക്കുവോ? ആടിനെ എല്ലാ ആഴ്ചയും കുളിപ്പിക്കണോ? വേണ്ട. നമ്മളൊരു ദിവസം കുളിച്ചില്ലല്ലോ, എന്തോ ഒരു കൊള്ളാം, വണ്ടിയിൽ നിന്നൊക്കെ ഇറക്കി വിടേണ്ടി വരും ആളെ. പക്ഷെ ആട് 1 മാസം കുളിച്ചില്ല. ആടിൻ്റെ അകത്ത് ഒരു ചെളി പറ്റത്തില്ല. പറ്റിയ ആട് എന്ത് ചെയ്യുന്നറിയോ? ആടിൻ്റെ അകത്ത് ചെളി പറ്റിയ എന്നെ ചെയ്യും? അറിയത്തില്ലേ? ഭിത്തിയോട് ചേർന്ന് ഇങ്ങനെ ഒരഞ്ഞു പോകും. അതിനാ ഞങ്ങൾ നല്ല ഭിത്തി കെട്ടി ഇട്ടേക്കുവാ. ഇടയ്ക്കൊക്കെ ഒന്ന് ഒരഞ്ഞു പൊക്കോണം. അപ്പൊ പറ്റി അഴുക്കൊക്കെ അങ്ങ് പൊക്കോളൂ. നിങ്ങൾ ഇങ്ങോട്ട് സഹകരിക്കുക. അതൊക്കെ അങ്ങനെ പറയാൻ പറ്റും. ഇങ്ങോട്ട് നോക്ക്. ജീസസ്. ഇനി ദൂതിലേക്ക് വരിക. ഒരു മനുഷ്യന് 100 ആടുണ്ട്, അതിലൊന്ന് കാണാതെ പോയി. കാര്യം പറയാം, കാണാതെ പോയത് എന്താ അത് പറഞ്ഞു വെച്ച് ഞാൻ വാക്യത്തിലോട്ട് വരാം. ആട് മുൾപ്പടർപ്പിനിടെ തലയിട്ടതാ. തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ആടിന് നിലവിളിക്കാനും പറ്റത്തില്ല. കാര്യം, കാട്ടിൽ ഹിംസ്വര ജീവികളുണ്ട്. ഈ മനുഷ്യ ജീവിതത്തിൽ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഓർത്തോണം, രക്ഷിക്കാൻ ആർക്കും വയ്യാത്ത സാഹചര്യം ഉണ്ടാകുമ്പോഴാ ഇടയന്റെ സാന്നിധ്യം അവിടെ ആവശ്യം. ആർക്കും ഊരാൻ വയ്യാത്ത കുടുക്കിനകത്തൊക്കെ അകപ്പെട്ട് കിടക്കുമ്പോൾ ഓർത്തോ, നിന്റെ അടുക്കൽ യേശു വന്ന് നിൽക്കുക. ഇടയനിങ്ങനെ ആടി ഇവിടെ വന്നേക്ക് കൂടിൻ്റെ വാതിക്കൽ നിന്ന് ഇടയൻ എണ്ണുക. 1, 2, 3, 99 ഇപ്പൊ എണ്ണം തീർന്നു. പിന്നെ എണ്ണി 99. ഒന്നെവിടെ? ഇടയന്റെ പ്രത്യേകത, നഷ്ടപ്പെട്ട ഒന്നിനെ തേടി ഇടയൻ ഇറങ്ങുക. അങ്ങനെ നീ ഞാൻ രക്ഷപ്പെട്ടെ. നാട്ടുകാർക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പം നിന്നെ തേടി വന്ന് ഇടയൻ. ഒരിക്കലും അഴിക്കാൻ വയ്യാത്ത കുരുക്കായ ഇടയൻ അഴിച്ചു. ഇത് ഓർക്കുമ്പോൾ ഒരു സ്തോത്രം പറ. നീ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് നിന്നോട് പറയുക, കർത്താവ് കുരുക്കഴിച്ചോണ്ടാ നീ ഇന്നിവിടെ വരാനിടയായത്. പറയട്ടെ, ഇടയനെ ആടിൻ്റെ അടുക്ക ചെല്ലുമ്പം ആടിങ്ങനെ കുരുങ്ങിക്കിടക്കുക. ഇടയൻ്റെ കയ്യിലൊരു കത്തിയുണ്ട്.
കത്തി എന്തിനാണെന്നറിയോ? പറയാം. ആർക്കും അഴിക്കാൻ വയ്യാത്ത കുരുക്ക് ആ ഇടയൻ അഴിക്കും. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം നീ പെട്ടുകിടക്കുന്ന കുരുക്ക് എത്ര വലുതാണെങ്കിലും അത് അഴിക്കാൻ ഇടയനറിയാം. ഒരു ദിവസേ ഒരു ചെറുപ്പക്കാരന് എൻ്റെ അടുക്കെ പ്രാർത്ഥിക്കാൻ വന്നു. എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, എനിക്കൊരു 80 ലക്ഷം രൂപ കടമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് വഴിയൊരുക്കും. അത് പറയാനേ നമുക്കറിയത്തുള്ളൂ. ആര് വഴിയൊരുക്കും? കർത്താവ്. നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ പറയും കർത്താവ് വഴിയൊരുക്കും. ഒരു ദിവസം അവൻ എന്നോട് വന്ന് ചോദിക്കുക, പാസ്റ്ററെ, കുറച്ച് നാളുകൊണ്ട് ഈ വഴിയൊരുക്കും എന്ന് പറയുന്നത് അല്ലാതെ ഒരു വഴി. എന്നിട്ട് എന്നോട് പറയുക, തിരിച്ചു പോകാൻ വണ്ടിക്ക് എണ്ണ അടിക്കാൻ കാശില്ല, ഒരു 500 തരുമോ? കൊടുക്കാതിരിക്കാൻ പറ്റുമോ? നമ്മൾ 500 കൊടുത്തു. ഒരു 3-4 ദിവസം കഴിഞ്ഞ് പിന്നെ വന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല, ഒരു 500 കൂടെ തരുമോ? സഹകരിക്കണം. ചെറുപ്പക്കാരനാ, കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ല. ഞാൻ അപ്പോഴും ഒരു ദിവസം ഞാൻ പ്രസംഗിക്കാനായിട്ട് സ്റ്റേജിലോട്ട് കയറുക. എന്നെ വിളിച്ച്, പാസ്റ്ററെ, ഒരു രക്ഷയില്ല, വന്ന വഴിക്ക് വണ്ടി പഞ്ചറായിപ്പോയി, പഞ്ചറൊട്ടിക്കാൻ പൈസയില്ല. ഞാൻ പറഞ്ഞാടാ, കർത്താവ് വഴിയൊരുക്കും. എന്തോ ചെയ്യണം? ബൈക്ക് സ്റ്റാൻഡേ വെച്ച് അതിൻ്റെ മണ്ട കയറി നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ രക്ഷപ്പെടാൻ പറഞ്ഞതാ. ഇവന് ബൈക്കിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്ന് പ്രാർത്ഥിക്കുക. അപ്പം റോഡിൻ്റെ വൈഡനിങ് നടക്കുക. ഒരു കോൺട്രാക്ടർ നോക്കിയപ്പോൾ പള്ളി പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട്, കുരിശുമൂട്ടി പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട്, വെയിലത്തിരുന്ന് ബൈക്കിലെടുത്താൻ പ്രാർത്ഥിക്കുന്നത് ലൈഫിൽ ആദ്യമായിട്ട് കാണുക. പുള്ളി എന്നിട്ട് ചോദിച്ചു, സാറേ എന്നാ പറ്റി? പുള്ളി ഒരു കള്ളം പറഞ്ഞു, പേഴ്സ് എടുത്തില്ല, വണ്ടി പഞ്ചറായിപ്പോയി. സത്യത്തിൽ പേഴ്സ് കൊണ്ട് 1 രൂപ പോലും ഇല്ല. ഈ പുള്ളി പറഞ്ഞു, അതിനെന്നെ ഞാൻ പൈസ ഒരു 500 രൂപ കൊടുത്ത ഈ പുള്ളിയുടെ ചേർന്ന് ബൈക്ക് തെള്ളിക്കൊണ്ട് പോവാ. അപ്പൊ പുള്ളി ചോദിച്ചു, ഈ റോഡിന്റെ വൈഡനിങ് നടക്കുക, ഈ മണ്ണ് കുറച്ച് വേണം, ആലപ്പുഴ എന്നാ കൊണ്ടിരുന്നേ, നിന്റെ അറിവിൽ മണ്ണുണ്ടോ? അവൻ പറഞ്ഞു, നോക്കാം എന്ന് പറഞ്ഞാൽ ഇത് പഞ്ചറൊട്ടിക്കണമല്ലോ. പഞ്ചറൊട്ടിച്ചു. സാറേ, ഒരു സ്ഥലമുണ്ട്, എൻ്റെ വല്യപ്പൻ്റെ സ്ഥലമാണ്. റോഡിന് വീതി കൂട്ടിയപ്പം ഭയങ്കര ഹൈറ്റിൽ കിടന്ന റോഡ് താഴെ വന്നു. ഇപ്പോൾ ഒരു 3 പൊക്കമുണ്ട്. പുള്ളി പറഞ്ഞു, അതാ വേണ്ടിയേ. പുള്ളിയും ഒരു കാറ് നിറച്ച ആളും കൂടെ പോയി ആ 47 സെന്റ് അളന്നു. പുള്ളി പറയുക, ദേ കൂടുതലൊന്നും പറയുന്നില്ല, ഒരു 8 അങ്ങോട്ട് തരും. പുള്ളിക്ക് മനസ്സിലാകുന്നില്ല കാര്യം. പിന്നെ ഒന്നുകൂടെ പറഞ്ഞു. പുള്ളി പറഞ്ഞു, 8-ന് പറ്റുകയില്ല. എന്തുവാന്നൊന്നും പുള്ളിക്ക് മനസ്സിലാകുന്നില്ല. അവസാനം 8.5 ഉറപ്പിച്ചു. അന്നേരമായി വന്ന കോൺട്രാക്ട് പറയാം, 1 കോടി ഇപ്പം തരും, 7.5 പിന്നെ തരും. അവൻ താഴെ വീണ് ബോധം പോയി. നിങ്ങൾ വഴിയൊരുക്കും ഞാൻ പറയുക. മനുഷ്യനെ ഏണി വെച്ച് കയറിയ ആ സ്ഥലം ഇപ്പം നല്ല മൈതാനമായി. 8.5 കോടി ബാങ്കിൽ വിട്ടേച്ച് പുള്ളി രാജകീയമായി നടക്കുക. എന്നെ കാണുമ്പം പറയും, ഇങ്ങനെ വഴി തുറക്കുമെന്ന് അറിയത്തില്ല. നിന്റെ കുരുക്ക് അഴിച്ചതാ, നിന്റെ കുരുക്ക് പൊട്ടിച്ചതാ, നിന്നെ തേടി വരുന്ന രക്ഷകൻ. மோடி அரசின் உத்தரவாதம். ஏழ்மையற்ற இந்தியா. 13 கோடியே 50 லட்சம் பேர் கடந்த 5 ஆண்டுகளில் ஏழ்மை நிலையிலிருந்து மீண்டுள்ளனர். நமது லட்சியம் வளர்ச்சி அடைந்த பாரதம். வீச
ബ്രാൻഡിൻ പുതിയ പരിണാമം മിനിസ്റ്റർ വൈറ്റ് വേഷ്ടികൾ സട്ടകൾ. അന്ത്യ കുർബാന ഞങ്ങളുടെ അച്ഛൻ വന്നു കൊടുത്തു. അപ്പവും മീഞ്ഞും ഇറക്കാൻ ക്രാണിയില്ലാതെ എൻ്റെ അപ്പം നിവർന്നു കിടക്കുമ്പം 26 വയസ്സുള്ള ഒരു ഉപദേശി വന്ന് പറഞ്ഞു, സ്തോത്രം, ഇന്നും നിന്റെ അപ്പൻ സൗഖ്യമാവും. ഒരൊറ്റ പ്രാർത്ഥന, യഹോവേ നീ ദൈവമെന്നും ഞങ്ങൾ നിന്റെ ദാസന്മാരെന്നും നിനക്ക് പ്രവർത്തിക്കാൻ ശക്തിയുണ്ടെന്നും ആമീൻ പറഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ എഴുന്നേറ്റ് നിന്നു. 7 പേര് മരിച്ചില്ല. മരിക്കും മുമ്പ് ആ വള്ളിപ്പടർപ്പ് അഴിക്കാൻ ഒരുവനെ ദൈവം അയച്ചു. ഞാൻ ഇന്ന് ദൈവത്തിന്റെ ദൂത് പറയുക, നിന്നെ തേടി വരുന്ന ഇടയൻ, നിന്നെ തേടി വരുന്ന രക്ഷകൻ, ഏത് കുരുക്കി കയറിയാലും പ്രതീക്ഷിക്കണം, രക്ഷകൻ വരും. പ്രതീക്ഷിക്കണം, രക്ഷകൻ വരും. ആർക്കും അഴിക്കാൻ വയ്യാത്ത പ്രശ്നം നിനക്ക് വരുമ്പോ മനസ്സിൽ പറയണം, അത് അഴിക്കാൻ രക്ഷകൻ വരും. ആർക്കും ആമേ അഴിക്കാൻ വയ്യാത്ത കുരുക്കിൽ നീ അകപ്പെട്ടാലും വിളിച്ചു പറയണം, രക്ഷകൻ വരും. ഒരിക്കലും ഒരു സുന്ദരിയായ പെൺകുട്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ ഡൽഹി നേഴ്സായിരുന്നു. പറഞ്ഞാട്ട് ഒരു പേഷ്യന്റിനെ ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ പേഷ്യന്റിന് ഫിക്സ് വന്നു. താഴോട്ട് വീണപ്പം പേഷ്യന്റിനെ പിടിക്കാൻ പോയ സൂചി വന്ന് എൻ്റെ കയ്യെ കയറി. ഉച്ച കഴിഞ്ഞപ്പോ എന്നെ ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞു, വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. എന്തുവാ അമ്മി, ആ പേഷ്യന്റിനൊരു മാരക രോഗമുണ്ട്. അമ്മി, നിന്റെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോ നിനക്കും ആ രോഗമുണ്ട്, വീട്ടിൽ പൊക്കോ. ആ സുന്ദരിയായ പെൺകുട്ടി വീട്ടിൽ വന്നു. അവിടെ ഡോക്ടർ പറഞ്ഞു, ഒരിക്കലും ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റുകയില്ല, കാര്യം അത്രയും രോഗമാ പിടിച്ചേക്കുന്നേ, അത് പിടിച്ചാ പിന്നെ വിടുകയില്ല. ജീസസ് ഇതൊന്നും പറയാതെ ഇവര് രോഗത്തിലിരിക്കുക. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു കാഴ്ച കണ്ടു. ആ സ്ത്രീ ആ കൊച്ചിന്റെ ദേഹത്ത് അഗ്നി കത്തുന്നു. ഞാൻ ആ കൊച്ചിനെ എഴുന്നേൽപ്പിച്ച് നിർത്തിച്ച് പറഞ്ഞു, നീ ഇന്ന് സൗഖ്യമാവും. 3 ദിവസം കഴിഞ്ഞ ബ്ലഡ് ചെക്ക് നടത്തിയപ്പോൾ അത്ഭുതപ്പെട്ടു, ആ രോഗം ബ്ലഡിലില്ല. ഞാൻ ഈ ദൂത് പറയാ, കുരുക്കഴിക്കാൻ കഴിയുന്നവൻ യേശുവാ. തിരിച്ചറിഞ്ഞു സ്തോത്രം ചെയ്യ. ആർക്കും അഴിയാത്ത കുരുക്ക്, അത് രോഗമാകട്ടെ, കടമാകട്ടെ, ബന്ധനമാകട്ടെ, ആഭിചാരമാകട്ടെ, മന്ത്രവാദമാകട്ടെ, യേശു പറയുക, ആ കുരുക്കഴിക്കാൻ. സ്തോത്രം ചെയ്യാമെങ്കിൽ ചെയ്തോ. നിന്റെ അടുക്കല യേശു ഉണ്ട്, നിന്റെ വീട്ടിലാ യേശു ഉണ്ട്. നീ പറ, യേശുവേ ആ കുരുക്കൊന്ന് അഴിക്കണേ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. നോക്കിയേ, ഇടയനെ അങ്ങോട്ട് ചെന്നിട്ട് വള്ളിപ്പടർപ്പെല്ലാം ഈ കത്തി കൊണ്ട് അമ്മ അഴിച്ചിട്ട് ആടിനെ ആ കുരുക്കിനകത്തുനിന്ന് പുറത്തെടുത്തു. ആടിന്റെ ഗമ, എനിക്കൊരു ഇടയനുണ്ടെന്ന. ഇനി നിങ്ങൾ നോക്ക്, ആ പാലസ്തീനിലെ കൂർത്ത മുള്ളുകൾ ആടിന്റെ ശരീരത്തെ തറച്ചു കയറി. ഇടയൻ വെളിയിലോട്ടെടുത്ത് ചെയ്യുന്ന ഒരു പരിപാടി കൊണ്ട് ഇടയന്റെ കൈ ഒന്ന് തലോടും. തലോടുന്നുണ്ടെ തറച്ചു കയറിയ മുള്ളൊക്കെ ആ ശരീരത്തിൽ നിന്ന് പൊഴിഞ്ഞ് പൊഴിഞ്ഞ് താഴെ വീഴും. ഈ സുവിശേഷ യോഗത്തിന്റെ 2ാമത്തെ യാത്രി നിന്നെ തലോടാൻ കഴിയുന്ന ഒരു ഇടയൻ വന്നിട്ടുണ്ട്. നിന്റെ കിഡ്നിയിൽ തറച്ചു കയറിയ മുള്ള്, നിന്റെ ഹാർട്ടിന്റെ വാൽവിൽ തളച്ചു കയറിയ മുള്ള്, അവന്റെ ഒറ്റ തലോടല് മതി, ഇന്ന് രാത്രി നീ സൗഖ്യമാകും. മനസ്സിലാക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഇന്ന് രാത്രി ആ ഇടയൻ ഇതിനകത്തൂടെ നടക്കുന്നുണ്ട്, നിന്നെ ഒന്ന് തലോടാൻ. നിന്റെ മാരക രോഗങ്ങളെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ സൗഖ്യമാകട്ടെ. നീ എത്ര പേര് ആമീൻ പറയും. നിശ്ചലമായ നിന്റെ അസ്ഥികളുടെ മേൽ ഒരു ചലനമുണ്ടാകട്ടെ. അവൻ നിന്നെ തലോടുക. എന്റെ കൂടെ എന്റെ ചർച്ചിൽ എന്റെ റൈറ്റ് ഹാൻഡായി നിൽക്കുന്ന ഒരു ബ്രദറുണ്ട്. ആ ബ്രദറിന് ഒറ്റ മോളേ ഉള്ളൂ, ഒറ്റ മോള്. ആ മോള് തലകറങ്ങി വീണു. ഒരു വിശ്വാസിയായ ഡോക്ടറുണ്ട്, അയാൾ ഭയങ്കര ന്യൂറോളജിസ്റ്റാണ്. അദ്ദേഹത്തിന് അടുക്ക ചെന്ന് കാണിച്ചപ്പം പുള്ളി ഒരു സ്കാൻ ചെയ്ത് വെച്ചു, പെട്ടെന്ന് അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ. കാര്യം എന്താ, ഈ കുഞ്ഞിന്റെ തലച്ചോറിൽ പൂപ്പൽ ബാധിച്ചിരിക്കുക. മയങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തെളിയാൻ സാധ്യതയില്ല. പെട്ടെന്ന് ഒരു ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാനന്ന് ഹൈറേഞ്ചിലൊരു സ്ഥലത്ത് പ്രസംഗിക്കുക. പ്രസംഗം കഴിഞ്ഞ് ഞാനും അവിടെ പോയി. ഏകദേശം 12:30 ഞങ്ങളെല്ലാം പിരിഞ്ഞു. ഐസിയുവിനകത്ത്
ക്രിട്ടിക്കൽ സ്റ്റേജിനകത്ത് ഈ കുഞ്ഞ് കിടക്കുക. മാമി കൂടിപ്പോയ 13 വയസ്സ്. അപ്പൻ ഒറ്റയ്ക്കായി രാത്രി 12 മണിക്ക്. ഡോക്ടർമാർ വരുന്നു പോന്നു. ഒരു ഡോക്ടറോട് ചോദിച്ചു, പറഞ്ഞു വല്ല രക്ഷയുണ്ടോ? ഒരു രക്ഷയുമില്ല. ആ പുള്ളി അവിടെ ഇരുന്നുകൊണ്ട് കരഞ്ഞങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടു. തൂവള്ള വസ്ത്രം ധരിച്ച് ആചാനുബാഹുവായ ഒരു മനുഷ്യൻ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സ്തോത്രം, ഞാൻ സ്പർശിക്കാൻ പോവാ. പുള്ളി ഞെട്ടി എഴുന്നിട്ട് ആരെയും കാണാനില്ല. അദ്ദേഹം വാച്ച് നോക്കിയപ്പോൾ 4 മണി. ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് അകത്തോട്ട് വന്നു. പുറത്തേച്ച് വന്നു പറഞ്ഞു, ആരാണ് ഈ കുട്ടിയുടെ അപ്പൻ? ഞാനാണ്. 103 ഈ കുഞ്ഞിനെ ഷിഫ്റ്റ് ചെയ്യുക. എന്താ? നമ്മൾ പേടിച്ച രോഗമൊന്നും ആ കുഞ്ഞിനില്ല. എവിടെ? ഇടയന്റെ സ്പർശനം. ഇനി ദൂത് കേൾക്കുമ്പോ ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ആർക്കും ഇല്ലാത്തൊരു അനുഭവം യേശു നിനക്ക് തരട്ടെ. അവൻ രക്ഷകനാ. പാപത്തിന്റെ വള്ളികളെ അറുക്കുന്നു. നിന്നെ ചുറ്റിയ ഒരു ചെടി വെച്ച് പിടിപ്പിച്ചു. വൃക്ഷമായി അത്. കാട്ടുവള്ളി കയറി അതിനെ വരിഞ്ഞു. അതുകൊണ്ട് അതിൽ ഫലമില്ല. ഏതാ വള്ളി? പാപം. സ്നേഹിത, പാപത്തോടുള്ള ബന്ധം നിന്റെ നന്മയെ കെടുത്തു. ഒരിക്കൽ ഒരു പെരുമ്പാമ്പിനെ കൊണ്ട് നടന്ന് കാശുണ്ടാക്കുന്ന ഒരു മനുഷ്യൻ. 40 കിലോ ഉള്ളു പുള്ളി, പക്ഷെ 60 കിലോ ഉള്ള പെരുമ്പാമ്പിനെ കൊണ്ട് നടക്കുന്നത്. സൈക്കിളിന് പുറകെ വെച്ച് കെട്ടി കവലെ കൊണ്ട് പെട്ടി താഴെ വെച്ചു പാമ്പിനെ ഇറക്കി കളിപ്പിക്കും. എന്നിട്ട് ആൾക്കാർ പൈസയൊക്കെ ഇടും. അപ്പൊ ഇങ്ങനെ പുള്ളി കളിപ്പിച്ചോണ്ടിരുന്നപ്പോ പാമ്പ് ഇതിനെ കൂടെ കയറി ഇങ്ങനെ ചുറ്റി, ഇതിനെ കൂടെ കയറി ഇങ്ങനെ ചുറ്റി കളിക്കുക. ഉടനെ ഒരാൾ പെട്ടെന്ന് ഒരു 500 രൂപ നോട്ട് എടുത്തു. പുള്ളി ഭയങ്കര ഹാപ്പിയായി. പുള്ളി ആ രൂപയെ നോക്കിക്കൊണ്ടിരുന്നതിനിടെ പാമ്പ് വശം കെട്ടൊന്ന് ചുറ്റി. അത് അഴിക്കാൻ പുള്ളിക്ക് പറ്റിയില്ല. പാമ്പ് പുള്ളിയുടെ കഴുത്തെ കൂടെ പിടിച്ചു നോക്കി. പുള്ളി അയ്യോ എന്ന് വിളിച്ചു. അപ്പൊ ആൾക്കാർ ഓർത്ത് ഇതെല്ലാം ഐറ്റമാണ്. നല്ല പ്രോഗ്രാമാ. 2000 ഒക്കെ ഇട്ടു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ കണ്ണും തള്ളി താഴെ കളപ്പോളാ മനസ്സിലായി ഐറ്റ അല്ല, പെരുമ്പാമ്പ് വിഴുങ്ങിയെന്ന്. പാപത്തോടുള്ള കളി ഇങ്ങനെ. ആ ഇടയം വന്നത് എന്തിനാ? നിന്നെ ചുറ്റിയ സകല വള്ളികളെ മുറിച്ചു മാറ്റാൻ. അവന് നിന്നെ രക്ഷിച്ചേ പറ്റൂ. ഈ സുവിശേഷ യോഗം രക്ഷയുടെ യോഗമാ. എത്ര പേരതിന് ആമീൻ പറയും? നിന്റെ കണ്ണുനീരൊപ്പുക മാത്രമല്ല, നിന്നെ രക്ഷിക്കുന്ന ഇടയൻ. ഇടയനൊന്ന് തലോടി ആടിനെ 2 അടിയൊക്കെ പുറത്തടിച്ചു. ആടിൽ കൂർത്തി കയറിയ മുള്ളെല്ലാം താഴെ വീണു. ഇടയൻ ചെയ്ത അടുത്ത പണിയുണ്ട്. ഈ ആടിനെ എടുത്ത് തൻ്റെ തോളെ വെച്ചു. എന്നിട്ട് ഇടയൻ നടക്കുക. ഒരപ്പൻ കുഞ്ഞിനെ വഹിക്കുന്ന പോലെ ഞാൻ നിന്നെ മിസ്രൈമിൽ നിന്ന് ഇവിടെ വരെ വഹിച്ചില്ലേ. 99 ആടിന്റെ വിശേഷത ഇടയന്റെ മുഖത്തോട്ട് നോക്കി വർത്താനം പറയുമ്പം ഈ ആടിന്റെ പ്രത്യേകത ചെവിയിലോട്ട് പറഞ്ഞാൽ മതി. ആർക്കുമില്ലാത്ത പ്രത്യേകത നിനക്കുണ്ടാകട്ടെ. സ്നേഹിത, ആരോടും തുറന്നു പറയാതെ രഹസ്യ പാപം നിന്നെ കയറി ചുറ്റിയിട്ടുണ്ടെങ്കിൽ ഈ രാത്രി നിന്റെ വള്ളിപ്പടർപ്പ് മുറിക്കാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ദൈവവിധമുള്ള യേശുവിന്റെ വരവ് അടുത്തിരിക്കുക. ഒരുങ്ങാനുള്ള സമയമാ. എത്ര പേർ ആമീൻ പറയും? ഒരു ശുദ്ധീകരണം ഇന്ന് നടക്കട്ടെ. നിന്റെ കണ്ണുനീരൊപ്പുക മാത്രമല്ല, നിന്നെ തോളിലെടുക്കുന്ന ഇടയൻ. എനിക്കൊരു കാര്യം ഉറപ്പാ, ഇന്ന് ചിലരുടെ സൗഖ്യമാകും, ചില മുറിവുകൾ ഉണങ്ങും. നിന്നെ ബാധിച്ച മാരക രോഗത്തിന്റെ വൈറസുകൾ നിന്റെ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. എത്ര പേർക്കത് മനസ്സിലാക്കാൻ പറ്റും? ഇന്ന് പ്രാർത്ഥിച്ച ഇടയനെ ഒന്ന് തലോടണമേ. ഇന്നിവിടുന്ന് മീറ്റിംഗ് കഴിയുന്ന പോകുന്നതിന് മുമ്പ് ഒരു സ്പർശനം നിനക്ക് ഉണ്ടാകട്ടെ, ഒരു ദൈവ സ്പർശനം നിനക്ക് ഉണ്ടാകട്ടെ. നീ സൗഖ്യമാകുന്നത് കാണുക. ഇടയൻ ഈ ആടിനെ തോളെ വെച്ചോണ്ട് വരിക. നീ വചനം കേട്ടോണ്ടിരിക്കുമ്പം നിനക്ക് ഇടയൻ തന്നേക്കുന്ന സ്ഥാനം ഇടയന്റെ തോള. ഹല്ലേലൂയ. ഒരിക്കലും നീയായിട്ട് ആ പൊസിഷനിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. എന്തിനാ? ഇടയനുമായിട്ട് അടുത്തോണം.
അവൻ്റെ കാതുമായിട്ട് അടുത്തോണം. നോക്കിക്കേ, ആയുസ്സിൽ ഇന്ന് രാത്രി ഉറങ്ങി നാളെ വെളുക്കുമ്പോൾ നിന്റെ ആയുസ്സിന്റെ ഒരു ദിവസം കഴിഞ്ഞു. ആ ഒരു ദിവസം കഴിയുമ്പം നീ യേശുവിനോട് അല്പം കൂടെ അടുത്തോണം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടണം, വിശുദ്ധ ജീവിതം നയിക്കാത്തവർ ചെയ്യണം. കാരണം പ്രിയൻ വരാൻ പോവാ. കൊറോണ ഒന്നുമല്ല വലിയ സംഭവം, യേശു ഉടനെ വരും. അത് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഈ ശരീരം നമ്മൾ വിടും. ഒരു ആമീൻ പറഞ്ഞാട്ട് ഒരു ഒറ്റ ഇത്രയും പറഞ്ഞ ഒരു കൊതി കൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മരിക്കാൻ പ്രാർത്ഥിക്കല്ലേ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ രൂപാന്തരം നടക്കാൻ പ്രാർത്ഥിക്കരുത്. എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പം കർത്താവ് വരണം. തെസ്സലോനിക്ക സഭയുടെ പൗലോസ് പറഞ്ഞു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേക്കും. അതെന്താ? ഒരാൾ മരിച്ചാൽ ദുഷ്ടനാണെങ്കിൽ പാതാളത്തിലും ഭക്തനാണെങ്കിൽ പർദീസായിലും ചെല്ലും. നരകവും സ്വർഗവും ഓപ്പൺ ആയിട്ടില്ല. ചില ആൾക്കാർ പറയാറുണ്ട് ഇന്ന് മരിച്ചാൽ 3 ദിവസം കഴിഞ്ഞാൽ പോകത്തുള്ളൂ. അങ്ങനെ വല്ലോ ആണേ ആകാശത്ത് കൂട്ടയിടി നടക്കും. ചിന്നമ്മ എതിരെ വരുന്നു, പാപ്പച്ചൻ മണ്ടത്തരം പറയല്ലേ. നീ മരിച്ചാൽ വിതിൻ സെക്കൻഡുകൾക്കകം നീതിമാനാണെങ്കിൽ നീ എവിടെ എത്തുമെന്നറിയാമോ? ദൈവത്തിന്റെ പറുദീസ, റെസ്റ്റിംഗ് പ്ലേസ്. അല്ലെങ്കിൽ നീ എവിടെ ചെല്ലും? യാതനാ സ്ഥലം. ഇനി ഒരു കാര്യം കൂടെ പറയാം. സ്തോത്രം. കർത്താവ് വരുമ്പം ആദ്യം നമ്മൾ ഈ അടക്കാൻ നേരത്ത് പറയുന്നൊരു കാര്യമുണ്ട്. നീയോ മകനെ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിങ്ങൾ നിന്റെ ഓഹരി പ്രാപിപ്പാൻ കോടാനുകോടി വിശുദ്ധന്മാരുടെ കൂടെ നീ ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു. എന്താണ് മരിച്ചവർക്ക് ആദ്യം പ്രാധാന്യത? അവർ വന്ന് എവിടെ അടക്കിയോ ആ കല്ലറ പൊളിച്ചുയർത്തെഴുന്നേൽക്കണം. പിന്നെ ജീവനോടിരിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെടും. പിന്നെ 7 വർഷം സ്വർഗത്തിൽ പ്രതിഫല വിഭജന എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നോട്ടീസ് ഒട്ടിച്ചതിനും പോസ്റ്റർ ഒട്ടിച്ചതിനും ലോകത്തിന് വന്നിരുന്ന് ഉറങ്ങിയതിന് പ്രതിഫലമില്ല. ആത്മാക്കളെ കൊണ്ടുവന്നതിനും മിണ്ടുന്നില്ല. സ്തോത്രം. വണ്ടിക്കൂലി ഇല്ലാത്തവന് വണ്ടിക്കൂലി കൊടുത്ത് യോഗത്തിന് കൊണ്ടുവന്നു. നുണ പറഞ്ഞ് പിന്മാറ്റത്തിൽ വിട്ടാൽ കിട്ടത്തില്ല. സ്തോത്രം. എല്ലാത്തിനും പ്രതിഫലമാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നാണംകേടുണ്ട്. കിരീടത്തിൽ 100 മുത്തുമായിട്ട് നിൽക്കുമ്പോൾ 1 മുത്തുമായിട്ട് നിൽക്കുന്ന അവസ്ഥയെന്ന് ഓർത്ത് പോയിക്കും. അടുത്തിരിക്കുന്ന ആൾ തൊട്ട് വെച്ചോറ മേളത്തേക്കുള്ള എന്തേലും ജോലി ചെയ്യണമെന്ന് പറ. മനസ്സിലായില്ല? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലം കിട്ടുന്ന എന്തേലും ജോലി ചെയ്യണം. ഇന്ന് പോകുമ്പോൾ ഈ കസറയല്ല ഇവർ തന്നെ അടുക്കി വെച്ച് പോകും. പാസ്റ്ററെ മിണ്ടുന്നില്ല. ചില രാജ്യത്തൊക്കെ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, ഭയങ്കര കൊയറ, ഭയങ്കര പാട്ടെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ചെയ്യുന്നത് കേട്ടോണേ, അവർ പെട്ടെന്ന് ഈ ഡ്രസ്സിൻ്റെ മണ്ടയ്ക്ക് മറ്റൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് കയറി ബാത്റൂം കഴിയും. ഒരു നാണം കെടുവില്ല. നമ്മളും എല്ലാം ചെയ്തു പോയെങ്കിൽ ഫുഡ് കഴിച്ചിട്ടുള്ള വേസ്റ്റ് എല്ലാം കൂടെ അവർ വാരിക്കൊണ്ടുപോയി അവരുടെ വണ്ടിയെ കൊണ്ടുപോയി വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥലത്തിടും. അവൻ ചർച്ചെല്ലാം മുട്ട ഇരുന്നു കൊണ്ട് സ്തോത്ര ചർച്ച് തുടയ്ക്കും. കണ്ടോ? ഇതെല്ലാം നിത്യതയ്ക്ക് വേണ്ടിയാ. ദൈവരാജ്യം വളരാൻ ഒരാൾ തീരുമാനിച്ചാൽ ഈ ദൈവരാജ്യം ഇനിയും വളരും. ഒരു നല്ല ഹല്ലേലൂയ പറ. ഈ ദേശത്തെ സുവിശേഷ യോഗം കൊണ്ട് ഇവിടെ പാപത്തിന്റെ കറകൾ മാറട്ടെ, മാലിന്യങ്ങൾ മാറട്ടെ, ഇടയൻ ഈ രോഗത്തിൽ വെളിപ്പെടട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം, ഇനിയും പ്രാർത്ഥിക്കാൻ പോവാ. ശ്രദ്ധിച്ചേ, 7 വർഷം സ്വർഗത്തിൽ പ്രതിഫല വിഭജനമാണ്. അത് കഴിയുമ്പോൾ കർത്താവ് തന്നെ സഭയെ കൂടെ ഭൂമിയിലോട്ട് വരും. പാട്ട് കേട്ടില്ലേ? ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു പ്രാണപ്രിയൻ. ആ പാട്ട് അങ്ങനെ. ഒലിവുമലയിലേക്ക് ഒരു ഒലിവുമല 2ആയി പിളരും. കർത്താവ് തന്നെ വിശുദ്ധന്മാരും കൂടെ യെരൂശലേമിന്റെ കിഴക്കേ വാതിലേക്ക് ചെല്ലും. 24 സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. അപ്പോൾ യെരൂശലേമിന്റെ കിഴക്കേ വാതിലിരിക്കുന്ന ദൂതൻ ചോദിക്കുന്നു, ആരാണ് മഹത്വത്തിന്റെ രാജാവ്? ഇവിടെ നിൽക്കുന്ന ദൂതൻ പറയും, ബലവാനും വീരനുമായ യഹോവ തന്നെ അവനാകുന്ന മഹത്വത്തിന്റെ രാജാവ്. യെരൂശലേമിന്റെ കിഴക്കേ വാതിൽ തുറന്ന് വിശുദ്ധന്മാർ 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കും.
പഴയ പാമ്പായ പിശാചിനെ ചങ്ങലക്കിട്ട് നരകത്തിലിട്ട് നരകം ഉദ്ഘാടനം ചെയ്യും. ഇടയ്ക്ക് നടക്കുന്ന കുറേ യുദ്ധങ്ങളുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. 1000 ആണ്ട് കഴിയുമ്പം വിശുദ്ധന്മാരെ ഭൂമിയിലൊരു സൈഡിലോട്ട് മാറ്റിയിട്ട് ഈ ഭൂമി അഗ്നി കൊണ്ട് കഴുകും. സ്വർഗത്തിൽ ദൈവം പണിതുകൊണ്ടിരിക്കുന്ന 1200 മൈൽ നീളം, 1200 മൈൽ ഉയരം, 1200 മൈൽ വീതിയുള്ള പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം തുപ്പട്ടി പോലെ താഴോട്ടിറക്കി വെക്കും. അതിന് ചുറ്റും 12 രത്നക്കല്ലുകൾ കൊണ്ട് മതിൽ കെട്ടും. അതിന്റെ തടുന്നിൽ സ്വച്ഛ സ്ഫടികത പോലെ തുല്യമായ തങ്ക തെരുവീതിയുള്ള വഴി, അതിന് 12 ഗോപുരം, 12 മുത്ത്, 12 കല്ല്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ, വിശുദ്ധന്മാർ അവിടുത്തെ വെളിച്ചം സൂര്യനല്ല, ചന്ദ്രനല്ല, കുഞ്ഞാട് പ്രകാശം. കോടാനുകോടി വർഷം പ്രിയോനോടൊത്ത് ആ മണി സൗധത്തിൽ നാം ഒന്നിച്ചു വാസം ചെയ്യും. അതാ പ്രത്യാശ. ആ പ്രത്യാശ ഉള്ളവർ കൈ ഉയർത്തിയൊരു ഹല്ലേലൂയ. അല്ല, 2 കൈയും ഒന്ന് വീശി ആ ഹല്ലേലൂയ. നിങ്ങൾ ഇനി എന്നെ ശ്രദ്ധിക്കണം. ആ ഇടയൻ ആടിനടുത്ത് തോളെ വെക്കുക. എന്താ? ആടിനിപ്പോൾ ഇടയൻ്റെ ചെവിയിലോട്ട് പറഞ്ഞാൽ മതി. ഓരോ ദിവസം കഴിയും തോറും കർത്താവിനോട് അടുക്കണം, യേശുവിനോട് അടുക്കണം. നിന്നെ കണ്ണുനീരൊപ്പാൻ ഇടയനോട് വന്നിട്ടുണ്ട്. നോക്കിക്കേ, ആ ഇടയൻ്റെ പ്രത്യേകത, ആടിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാം. ചില കണ്ടില്ലേ ദൈവസന്നിധിയിൽ ഇങ്ങനെ പാടി ആടി സന്തോഷിക്കുന്നു. ഇന്ന് രാത്രി സന്തോഷിക്കുവോ? എന്താ നമ്മുടെ സന്തോഷം? ഇടയനുണ്ട് ഇവിടെ. എത്ര പേര് അതിന് ആമീൻ പറയും? നിന്നെ രക്ഷിക്കുന്ന ഇടയൻ, നിന്നെ സൗഖ്യമാക്കുന്ന ഇടയൻ, നിന്റെ പ്രശ്നങ്ങളെ മാറ്റുന്ന ഇടയൻ ഇന്ന് ഈ പ്രാർത്ഥനയിലുണ്ട്. നമുക്കെല്ലാം എഴുന്നേറ്റ് നിൽക്കാം. ഒരു ചോദ്യം മാത്രം. മുഴുവൻ പേരും എഴുന്നേറ്റ് നിൽക്കാം. 2 കൈകളും നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഈ പ്രാർത്ഥനയിലുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഹൃദയം യേശുവിന് കൊടുക്കുന്നുവെന്ന് എത്ര പേര് പറയും? അങ്ങനെ പറയുന്നവർ ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, യേശുവിന് വേണ്ടി ഞാൻ എൻ്റെ ഹൃദയം കൊടുക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കരങ്ങളെ താഴ്ത്തിയിട്ടാട്ട്. ഒരു ചോദ്യം കൂടെ. യേശുവിനെ സ്വീകരിച്ചാൽ അടുത്ത് ചെയ്യേണ്ട ഒരു കൽപ്പനയാണ് ദൈവകൽപ്പനയായ സ്നാനം. റോമർ 6:3 സ്നാനം യേശുവിനോട് ചേരുവാൻ, ഗലാത്യർ 3:27 സ്നാനം ക്രിസ്തുവിനെ ധരിക്കുവാൻ, മത്തായി സുവിശേഷം 28:18-19 സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. സ്നാനം ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിന് ദൈവത്തിന് സ്തോത്രം എങ്ങനെ ഉണ്ടായി എന്ന് നമ്മെ മനസ്സിലാക്കുന്നത് ആ സ്നാനം. ഒരു ചോദ്യം, എല്ലാ കണ്ണും അടയാട്ട്. ഇതുവരെ ഞാൻ വെള്ളത്തിൽ മുങ്ങി മുഴുകൽ സ്നാനം എടുത്തിട്ടില്ല. കർത്താവ് എനിക്ക് ഒരു അവസരം തന്നാൽ ഞാൻ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരും. അങ്ങനെ പറയുന്നവർക്ക് ആ വലതു കൈ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചാട്ട്. ഇങ്ങനല്ല, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചാട്ട്. യേശു നിങ്ങളുടെ കൈ കാണട്ടെ. സഹോദരിമാരും ഉയർത്തുന്നവർ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചാട്ട്. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ആ കൈ ഉയരട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകും നിങ്ങൾക്ക് വേണ്ടി. ധാരാളം കൈകൾ, 100 കണക്കിന് കൈ എനിക്ക് കാണാം. യേശുവിനോട് നിങ്ങൾ ചേരുകയാ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. സ്വർഗസ്ഥ പിതാവേ, നിന്റെ കൽപ്പന സ്വീകരിപ്പാൻ തിരുമുമ്പിൽ അടുത്തു വന്നവർക്കായി സ്തോത്രം ചെയ്യുക. സ്വർഗം ഇറങ്ങി വരണമേ. ഇവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതി നിത്യജീവൻ അവകാശിയാക്കി എനിക്കൊരു ഇടയനുണ്ടെന്ന് പറഞ്ഞ് ജീവിപ്പാൻ അവർക്ക് കൃപ കൊടുക്കണമേ കർത്താവേ.